ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയും പിന്നെ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഇതാണ് ഞാൻ എന്തിനിവിടെ വന്നു, ഈ ജീവിതയാത്ര എങ്ങോട്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി അല്ലാഹു പറയുന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളെ ഒരു പരീക്ഷയ്ക്ക് വിധേയരാക്കാൻ വേണ്ടിയാണ്. ഇന്ന് SSLC പരീക്ഷ നടക്കുന്നത് പോലെ ജീവിതമാകുന്ന പരീക്ഷയിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ പരീക്ഷയിൽ ലഭിക്കേണ്ട റിസൾട്ട് എന്താണ്? അയ്യുക്കും അഹ്സനു അമല, അള്ളാഹുവിനെ മനസ്സിലാക്കി വിശ്വസിച്ച് അള്ളാഹു തൃപ്തിപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ ആരാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്, കുറ്റകൃത്യങ്ങളെക്കാൾ കൂടുതൽ പുണ്യം ചെയ്യുന്നതാരാ, അവരെ തെരഞ്ഞെടുക്കാനാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത്. ഇതാണ് നമ്മുടെ ജീവിതയാത്രയുടെ ലക്ഷ്യമെങ്കിൽ അത് നമ്മൾ മറക്കാൻ പാടില്ല. അതിനെന്തു വേണം? എന്നും നമുക്ക് ഓർമ്മയിൽ വരണം. ഇതാണ് എല്ലാ രാത്രിയിലും സൂറ തബാറക ഓതുന്നതിലൂടെ ഉള്ള ഏറ്റവും വലിയ നേട്ടം. നാം നമ്മുടെ ലക്ഷ്യത്തെ ആവർത്തിച്ചാവർത്തിച്ച് ഓർത്തുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന ആധുനിക മനഃശാസ്ത്രജ്ഞരുടെ തത്വവും കൂടി നമ്മൾ ഇവിടെ ചേർത്ത് വെക്കുക. അതുകൊണ്ട് തബാറക നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ നാം ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു പരീക്ഷയ്ക്കിരിക്കാനാണ്. ഈ പരീക്ഷയുടെ ഗൗരവം നമ്മൾ കാണണം. SSLC പരീക്ഷ ഇപ്പോൾ നടക്കുന്നു. കുട്ടികളാകെ നെഞ്ചിടിപ്പിടാണ്, രക്ഷിതാക്കൾ അതിലേക്കാളേറെ ബേജാറ്, അധ്യാപകന്മാരോ നൂറുമേനി നേടാൻ വേണ്ടി കഠിനാധ്വാനം. എല്ലാ സംഘടനകളും പ്രൈസുകളുമായി കാത്തു നിൽക്കുകയാണ് ഈ കുട്ടികളെ വരവേൽക്കാൻ, 10 A+ വരുന്നവർക്ക് സമ്മാനം കൊടുക്കാൻ. എല്ലാവരും ജാഗ്രത പുലർത്തുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇനി ഒരാൾ ഈ പരീക്ഷയിൽ അങ്ങ് തോറ്റുപോയാൽ എന്താ? അവൻ കയറെടുത്ത് കെട്ടിത്തൂങ്ങണോ? അല്ലെങ്കിൽ നാട് വിടേണ്ടതുണ്ടോ? വേറെ ഒരു മാർഗവും അവന് ജീവിക്കാൻ ഇവിടെ ഇല്ലേ? അങ്ങനെയൊന്നും പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മളെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ കവാടമാണ് SSLCയിലൂടെ നമുക്ക് കടന്നു പോകാനുള്ളത് എന്നതിനാൽ നമുക്കത്രയും വലിയ പേടിയുണ്ടെങ്കിൽ, എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതമാകുന്ന പരീക്ഷയെക്കുറിച്ച് ഈ ഒരു പേടിയും ബേജാറും നമുക്കുണ്ടോ? ആ പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാലുള്ള അവസ്ഥ എന്താ? പിന്നെ ഒരിക്കൽ നമുക്കതിന് അവസരം ലഭിക്കുമോ? SSLC പോലുള്ള പരീക്ഷകളിലോ മറ്റു പരീക്ഷകളിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ തോറ്റുപോയാൽ അത് വീണ്ടും എഴുതി വിജയിക്കാൻ നമുക്ക് അവസരങ്ങളില്ലേ? ജീവിതമാകുന്ന പരീക്ഷ അങ്ങനെയാണോ? ഒരിക്കൽ തോറ്റുപോയാൽ രണ്ടാമത് നമുക്ക് അവസരമില്ല. അതാണ് മരണാസന്നൻ അവിടെ വിലപിച്ചുകൊണ്ട് പറയും, റബ്ബിർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. പഠിച്ചവനെ, എനിക്കൊരല്പവും കൂടി സാവകാശം തരികയാണെങ്കിൽ വീഴ്ചകളൊക്കെ പരിഹരിച്ച് ഞാൻ പുണ്യകർമ്മം ചെയ്ത് ധന്യനാവാം എന്ന് മരണദൂതനെ കാണുമ്പോൾ സങ്കടത്തോടെ പറയും. അല്ലാഹു പറയുന്നു, കല്ലാ, ആ വാക്കിന് യാതൊരു വിലയുമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് സാധാരണ മരണാസന്നർ പറയുന്ന ഒരു വാചക കസർത്ത് എന്നല്ലാതെ പരിഗണിക്കപ്പെടുന്ന അഭ്യർത്ഥനയെ അല്ല എന്ന് പറഞ്ഞ അല്ലാഹു അതിനെ തള്ളിക്കളയും. അതിനാൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഭീതിതമായ ഒരു പരീക്ഷയാണ് ജീവിതയാത്ര എന്ന് പറയുന്നത്. ആ പരീക്ഷയിൽ നമുക്ക് വിജയം വരിച്ചാൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? നമ്മളെ പുണ്യകർമ്മങ്ങൾ കുറ്റകൃത്യങ്ങളെക്കാൾ മേലെ വരണം. അഥവാ 50% മേലുണ്ടായാൽ തന്നെ നമുക്ക് ഇവിടെ A+ കിട്ടും. സ്വർഗം ലഭിക്കാൻ അത് മതി. 90 മേലോട്ടോ അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമല്ല. 50 മേലെ. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയാ, നന്മയുടെ തുലാസ് അതിന് മുൻതൂക്കമുണ്ടായാൽ എത്രയെന്ന് പറഞ്ഞിട്ടില്ല. തിന്മയുടെ തുലാസിനേക്കാൾ ഭാരത്തേക്കാൾ നന്മക്ക് കൂടുതൽ ഭാരം കിട്ടിയാൽ അവൻ സംതൃപ്ത സ്വർഗത്തിലാണ്. ആ സ്വർഗമാണ് ഈ ജീവിതയാത്രയുടെ ലക്ഷ്യമായി അള്ളാഹു നമ്മളെ മുന്നിൽ വെക്കുന്നത്. ഇത് നമുക്ക് ബോധ്യപ്പെടണം. എങ്ങനെയാ നമുക്ക് ബോധ്യപ്പെടുക? മനുഷ്യൻ അവന്റെ പ്രകൃതിയെ കുറിച്ച് ചിന്തിക്കണം.
മനുഷ്യന്റെ മനസ്സിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട മോഹങ്ങൾ 4 ആഗ്രഹങ്ങളാണ്. എന്താ നമ്മളെയൊക്കെ മനസ്സിൽ? അതിൽ ജാതിയില്ല, മതമില്ല, ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്റെയും ഉള്ളിൽ 4 ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ ആഗ്രഹം മരിക്കാതെ ജീവിക്കുക എന്നതാണ്. ഈ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടാകൂല. പിന്നെ ഇവിടെ അത് നടക്കൂല എന്നതുകൊണ്ട് നമ്മൾ എന്താക്കാണ്? അല്ല, അത് മരിക്കുമല്ലോ ഉറപ്പല്ലേ എന്നതുകൊണ്ട് നമ്മൾ പറയണല്ലോ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം മരിക്കരുത് എന്നാണ്. മനുഷ്യന്റെ ഈ മോഹം സാക്ഷാത്കരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഈ ബുദ്ധിയും യുക്തിയൊക്കെ ഉള്ള മനുഷ്യൻ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമുക്ക് മരിക്കാതെ ജീവിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നത്. നമ്മുടെ രണ്ടാമത്തെ മോഹം നമ്മുടെ ആരോഗ്യം എന്നെന്നും നിലനിൽക്കണം. ജാതി മതം വ്യത്യാസമുണ്ടോ അതില്? നിസ്കരിക്കാൻ മടിയുള്ളവര് പോലും സുബൈക്ക് എഴുന്നേറ്റ് നടക്കുന്നത് എന്തുകൊണ്ടാ? ആരോഗ്യം നിലനിൽക്കണം. അത് നഷ്ടപ്പെടരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മൂന്നാമത്തത് നമ്മളെ സൗന്ദര്യം, അത് നഷ്ടപ്പെടരുത്. ഈ ആഗ്രഹം ഇല്ലാത്തവരുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ തലയും താടിയൊക്കെ നരച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 1ഉം 2ഉം ഒക്കെ ആണെങ്കിൽ അത് പറിച്ചിട്ടാഞ്ഞു നോക്കും. പിന്നെ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ വന്നാലോ പിന്നെ രാവിലെ ഒരു കലക്കവെള്ളത്തിൽ മൂക്ക് പൊത്തിയിട്ട് ഒരൊറ്റ മുങ്ങല. രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ പിന്നെ ഒറ്റ രോമവും വെളുത്തതുണ്ടാവില്ല. അതെന്തിനാ നമ്മൾ ചെയ്യണത്? എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല, ഞാൻ എപ്പോഴും ചെറുപ്പക്കാരനാന്ന് വരുത്താൻ തന്നെയാണ്. വയസ്സ് ചോദിച്ചാൽ പരമാവധി കുറച്ച് പറയാനാണ് എല്ലാവർക്കും ആഗ്രഹം. കാരണം നമ്മളാരും സൗന്ദര്യം അത് ചോർന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നാലാമത്തെ നമ്മളെ ഒരു മോഹം, അത് നമ്മളെ യുവത്വം എന്നെന്നും നിലനിൽക്കണം. എന്നും ചെറുപ്പക്കാരായി ഇവിടെ നിൽക്കാനാണ് എല്ലാവരെയും ആഗ്രഹം. ഇപ്പൊ 4 മോഹങ്ങൾ, അതിന് ജാതിയും മതത്തിന്റെയും അതിർവരമ്പുകളില്ല. മരിക്കാതെ ജീവിക്കുക, നല്ല ആരോഗ്യം നിലനിൽക്കുക, സൗന്ദര്യം അത് എന്നും ഉണ്ടായിരിക്കുക, യുവത്വം അതെന്നും കാത്തു സൂക്ഷിക്കുക. ഈ 4 ആഗ്രഹങ്ങളും എല്ലാ മനുഷ്യരുടെയും താല്പര്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ദുന്യാവിലുള്ള സർവ്വ മനുഷ്യരും ഓടുന്നത്, ചിന്തിക്കുന്നത് എല്ലാം എന്തിനു വേണ്ടിയാ? ഈ 4 കാര്യത്തിന് വേണ്ടിയാ. ഈ 4 കാര്യവും നേടാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവന്റെ ജീവിതയാത്ര ലക്ഷ്യത്തിലെത്തി. അത് നേടാൻ കഴിയുന്നില്ലെങ്കിലോ അവന്റെ യാത്ര പരാജയത്തിൽ കലാശിക്കുന്നു. ഇവിടെയാണ് ഇസ്ലാം മനുഷ്യന് ദിശാബോധം നൽകുന്നു. നിന്റെ ഈ യാത്ര പരാജയത്തിൽ കലാശിക്കുകയില്ല, നിനക്ക് വിജയത്തിലെത്തിച്ചേരാം. അതിനെന്തു വേണം? നീ ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത് വലിയൊരു ലക്ഷ്യത്തിനാണ്. നാളെ നിനക്ക് വേണ്ടി പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചൊരു സമ്മാനമുണ്ട്, അതാണ് സ്വർഗം. ആ സ്വർഗം കിട്ടാൻ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് നല്ല വിശ്വാസം ഉൾക്കൊണ്ട് കുറ്റകൃത്യങ്ങളെക്കാൾ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ചെറിയ പരീക്ഷ കാലം നീ ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹു അതാ ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. എല്ലാ സൗകര്യങ്ങളുള്ള സ്വർഗം വിശ്വാസം ക്ലിയറാക്കി പുണ്യകർമ്മങ്ങൾ വർദ്ധിച്ചവർക്ക് വേണ്ടി അള്ളാഹ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ സ്വർഗത്തിൽ നമ്മൾ കാലെടുത്തു വെച്ചാൽ ആദ്യം കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അതെന്താ? ഇന്നലക്കും അന്തഹയൗ വലാ തമൂതു അബദാ. സ്വർഗവാസികളെ, ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ജീവിക്കുകയാണ്, ഇനി മരണം എന്ന പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്. സ്വർഗത്ത് കയറുമ്പോ ആദ്യം കേൾക്കണ എന്താ? ഈ മോഹം പൂവണിഞ്ഞു എന്ന വാർത്തയാണ്. സന്തോഷിക്കൂലേ ആളുകൾ? തുള്ളിച്ചാടുകയാണ് സന്തോഷം കൊണ്ട്. കാരണം നമ്മളിവിടെ എല്ലാ സൗകര്യമുള്ള ഒരു 5 ഹോട്ടലിൽ കയറി, ഞാൻ അതിന്റെ മേലെ നക്ഷത്രമുള്ള അതിൽ കയറി, എല്ലാ സൗകര്യമുണ്ട്. എന്നാ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ വാച്ചിലൊക്കെ എപ്പോഴാ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണ്ടേ അല്ലേ? അതിൽ നോക്കുന്നതോടെ ആകെ ഇനിയിപ്പോ നമ്മളെ പഴയ ചാളയിൽ തന്നെ പോണ്ടേ, ഇവിടെ എത്ര നേരം നമുക്ക് കിട്ടുക? സന്തോഷം ഉണ്ടാവില്ല.
അതേ സമയത്ത് എല്ലാ സൗകര്യങ്ങളുള്ള സ്വർഗത്തിലെത്തുമ്പം ആദ്യം പറയുന്നത് ഇനി ഇവിടുന്ന് പുറത്തു പോകലില്ല, ഇനി നിങ്ങൾക്ക് മരണമില്ല, ഇവിടെ കാലാകാലം ജീവിക്കുകയാണ്. പിന്നെ ആ മലക്ക് പറയുമ്പോ ഇന്നലക്കും അന്തസ്ഹൂ വലാ തസ്ഖമൂ അബദാ, സ്വർഗവാസികളെ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും നല്ല ആരോഗ്യവാന്മാരാണ്, ഒരാൾക്കും ഒരു രോഗവും ഇനി വരില്ല. മുസ്ലിമായ മനുഷ്യന്റെ കാര്യം മഹാ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്ത് പ്രയാസമുണ്ടായാലും അവനത് സന്തോഷായിട്ടാ മാറുക. എന്താ കാരണം? എന്ത് രോഗമുള്ളവരും അള്ളാഹു എല്ലാവരെ രോഗവും ശിഫയാക്കി തരട്ടെ, നമ്മൾ പേടിക്കണ്ട. അത് കുറഞ്ഞ കാലത്ത് ഈ ദുനിയാവിലെ ജീവിതത്തിലാണ്, അത് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അള്ളാഹ് അനുവദിച്ച മാർഗത്തിലൂടെ ചികിത്സയൊക്കെ നടത്തണം. എന്നാലും ഇതോടുകൂടെ നമ്മൾ സ്വർഗത്തിലെത്തൂല. സ്വർഗത്തിൽ വരുമ്പം ഒരു വൈകല്യവുമില്ല, ഒരു വികലാംഗനും അവിടെയില്ല, ഒരു രോഗി അവിടെയില്ല. എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. ഡോക്ടർമാർക്ക് പണിയില്ലാത്ത ലോകമാണ് സ്വർഗം. അത് ദുന്യാവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഡോക്ടർമാരുടെ ജോലി സ്വർഗത്തിലില്ല, കാരണം രോഗികളില്ല. പിന്നെ അവര് കേൾക്കുന്ന അനൗൺസ്മെന്റ് എന്താ? വ ഇന്നലക്കും മൻ തശിബ്ബു വലാ തഹ്റമൂ അബദാ, ഇന്നു മുതൽ നിങ്ങളെല്ലാവരും യുവാക്കളാണ്, ഇനി വാർദ്ധക്യം എന്നത് നിങ്ങളെ തൊട്ട് തീണ്ടുകയില്ല. ഇതാ സ്വർഗത്തിന്റെ സവിശേഷത. എന്നും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, എത്ര വയസ്സ് കൂടിയാലും ആ സൗന്ദര്യം വർദ്ധിക്കുകയല്ലാതെ അത് കുറയൂല. മുത്തുനബി പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തിലെ സൂഖ, സ്വർഗത്തിൽ ഒരു ടൗണുണ്ട്, യഅ്തൂനഹാ കുല്ല ജുമുഅ, സ്വർഗവാസികളായ സർവ്വ പുരുഷന്മാരും എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം ആ ടൗണിലേക്ക് പോകും. പെണ്ണുങ്ങൾ പോകൂലാന്ന. പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല അവിടെയും കൊടുക്കണ പ്രകൃതി അതാണ്. ഖാസിറാത്തു തുർഫ്, അവര് ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ച് അവരിലേക്ക് കണ്ണ് തിരിച്ചാണ് അവരവിടെയും സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന പ്രകൃതി. പുരുഷന്മാരൊക്കെ ടൗണിൽ പോകും. അങ്ങനെ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഫയഹുബ്ബു റീഹിശ്ശിമാൽ, ഒരു പ്രത്യേക മന്നമാരുതൻ അവിടുന്ന് അടിച്ചു വീശും. അവരെ വസ്ത്രത്തിലും മുഖങ്ങളിലൊക്കെ ഈ കാറ്റ് തട്ടി സുമ്മ യർജിഊന ഇലാ അഹ്ലിഹിം, പിന്നെ അവരെ കുടുംബങ്ങളുടെ ഇണകളുടെ കൊട്ടാരങ്ങളിലേക്ക് ആ ചെറുപ്പക്കാര് തിരിച്ചു കയറി വരുമ്പോൾ ഇവരെ നോക്കിയിട്ട് ഭാര്യമാര് പറയുമത്രേ, വല്ലാഹി ലഖദ് ഇസ്ദത്തും ഹുസ്നം വജമാലാ, അല്ലാഹുവാണേ സത്യം, നിങ്ങൾക്ക് വല്ലാതെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ആഴ്ചതോറും സൗന്ദര്യം കൂടുന്ന ലോകം. ഇവിടുത്തെ അവസ്ഥ എന്താ? നിങ്ങൾ ഇവിടെ നെടുമ്പാശ്ശേരിയില് ഭർത്താവിനെ ഭാര്യ യാത്രയാക്കാൻ പോയിരുന്നു. പോകുമ്പോ ശരിക്ക് നോക്കിയിട്ടുണ്ട്, തലയിൽ മുടിയൊക്കെ ഉണ്ട്, ഒക്കെ റെഡിയാണ്. 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പം കൂട്ടാൻ ചെന്ന് നോക്കുമ്പോൾ ഭാര്യ നോക്കിയിട്ട് ആളെ മനസ്സിലാണില്ല. കാരണം തലയൊക്കെ ഇപ്പൊ ചെമ്പുവാനിന്റെ മൂടുപോലായിട്ടുണ്ട്, മുടിയൊക്കെ കൊഴിഞ്ഞുപോയി. പണ്ട് പോകുമ്പോഴുള്ള ആ പ്രസരിപ്പും ആവേശമൊന്നുമില്ല. താടിമലൊക്കെ വെള്ളക്കാർ അധിനിവേശം നടത്തിയിട്ടുണ്ട്. ഇതാണ് ദുന്യാവിൽ ഓരോ ദിവസം ചെല്ലും തോറും നമ്മളെ സൗന്ദര്യം ഇങ്ങനെ ചോരുക. ഭാര്യയെ ഭർത്താവും ശരിക്ക് നോക്കി. പോകുമ്പം തൊള്ളയിൽ പല്ലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊക്കെ ദബ്ബർവന്ത് തൊട്ടിയ മാതിരി ആയിട്ടുണ്ട്, പല്ലൊക്കെ കൊഴിഞ്ഞുപോയി. ഓരോ ദിവസം നമ്മൾ കാണാത്ത ഒരാളെ കാണുമ്പോഴാണ് അയാളെ പ്രായം നമുക്ക് തിരിച്ചറിയാം. എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ പ്രായം തിരിച്ചറിയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇതാണ് ദുന്യാവിന്റെ അവസ്ഥയെങ്കിൽ സ്വർഗത്തിൽ ആഴ്ചതോറും സൗന്ദര്യം വർദ്ധിക്കുന്നു. അപ്പൊ നമുക്കൊരു സംശയം, അത് പുരുഷന്മാർക്ക് മാത്രമല്ലേ അങ്ങാടി പോയി കാറ്റ് കിട്ടിയിട്ട്, എന്നാൽ കൊട്ടാരത്തിരിക്കുന്ന പെണ്ണുങ്ങളെ സ്ഥിതി എന്താ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ സമയത്ത് പുരുഷന്മാർ അവരെ ഇണകളെ നോക്കി പറയുമത്രേ, വല്ലാഹി ലഖദ് ഇസ്ദത്തുന്ന ഹുസ്നം വജമാലാ, അല്ലാഹുവാണേ സത്യം, ഞങ്ങൾ പോകുമ്പോഴുള്ള സൗന്ദര്യമല്ല, കൊട്ടാരത്തിലിരുന്നിട്ടും നിങ്ങൾക്ക് സൗന്ദര്യം കൂടിയിട്ടുണ്ട്. ഇതേതുപോലെയാണ്? ജമാഅത്തിന് പള്ളിയിൽ പോണ മാതിരി. അവ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞില്ലേ? ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി പെണ്ണുങ്ങൾക്ക് വീട്ടിൽക്ക് കൊടുക്കുന്ന. ഇതേപോലെ സ്വർഗത്തിൽ
അങ്ങാടിയിൽ പോയി കാറ്റുകൊണ്ടിട്ട് കിട്ടുന്ന സൗന്ദര്യം പൊരയിലിരിക്കണ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. ഇതാണ് സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ മതം നൽകുന്ന ആദരം. ചുരുക്കത്തിൽ നമ്മളെ എല്ലാ മോഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ലോകം, അവിടെ നമ്മൾ എത്തിപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതയാത്ര എന്തിനാ? ഇനി നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഈ ജീവിതം എന്തിനാണ്, ഈ യാത്ര എങ്ങോട്ടാണെന്ന ചോദ്യത്തിന് നമ്മളെ ജീവിതം കൊണ്ടൊരു മറുപടി ഉണ്ടല്ലോ. അതൊന്ന് ആലോചിച്ചു നോക്കിയാ നിങ്ങൾ. എന്താ ഇപ്പൊ എല്ലാവരും ഈ ജീവിതം എന്തിനു വേണ്ടിയാ ചെലവാക്കുന്നത്? ഈ അടുത്ത് നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. വിദേശ രാജ്യത്ത് വർഷങ്ങൾ താമസിച്ചു, 10-20ഓളം കൊല്ലം താമസിച്ചു. ഈ അധ്വാനത്തിന്റെ ഫലമായി 2 നില വീട് നിർമ്മിച്ചു. ആ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തണം. ഗവൺമെന്റ് ജോലിയുള്ള ഈ കൂട്ടുകാരൻ 1 മാസത്തെ ലീവാ. നാട്ടിൽ വന്നിട്ട് എല്ലാം ചെയ്യാൻ സമയമുണ്ടാവില്ല. കുടുംബക്കാരെ ചുമതലപ്പെടുത്തി എല്ലാ ഒരുക്കങ്ങളും നടത്തി. വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യ പാത്രങ്ങളടക്കമുള്ള വസ്തുക്കളുമായി നാളെ പൊരേ കൂടുന്ന ദിവസമാണ്. തലേന്ന് എയർപോർട്ടിൽ വന്നിറങ്ങാൻ കുടുംബക്കാരാവേശത്തോടെ വാഹനങ്ങളുമായി ചരക്കുകൾ കൊണ്ടുപോകാനുള്ള വണ്ടി അടക്കം കൊണ്ടുവന്നു. കാത്തുനിന്നു. ആ പ്ലേറ്റിൽ നിന്ന് വന്ന പലരും അവരെ ലഗേജുകളുമായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇവരുടെ ആ ചെറുപ്പക്കാരൻ മാത്രം വരുന്നില്ല. ഭാര്യയും മക്കളും ആശങ്കപ്പെടുന്നു. അവസാനം ലഭിച്ച വിവരം, അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സുകൊണ്ട് അധ്വാനിച്ച എല്ലാം ഇവിടെ വെച്ച് അയാളെ യാത്ര തുടരുകയാണ്. എന്തിനായിരുന്നു അയാൾ ഇവിടെ വന്നത്? ഈ അധ്വാനിച്ച് വാങ്ങിയ സമ്പത്തും വീടും ഇവിടെ സ്ഥായിയായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു രാത്രി പോലും അവിടെ അന്തിയുറങ്ങാൻ പറ്റാതെ അയാൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. ലോകത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, സ്ഫോടനങ്ങളുടെ വാർത്ത, യുദ്ധങ്ങളുടെ വാർത്ത. ആരാണിതിൽ കൊല്ലപ്പെടുന്നത്? ഈ കൊല്ലപ്പെടുന്നതിൽ നിരപരാധികളായ ചെറിയ കുരുന്നുകളില്ലേ? അവരെന്തിന് ജനിച്ചതാ? ഇവിടെ പൊട്ടി മരിച്ചു പോകാനാ? അവരെ ജീവിതത്തിന് എന്താണ് അർത്ഥമുള്ളത്? ഇവരെ കൊന്ന ആളോട് ആ ചോരക്ക് പകരം ചോദിക്കാൻ ഈ ഭൂമി ലോകത്ത് ഏത് നീതിപീഠമാണുള്ളത്? ഒരു നീതിയുടെ ലോകം, ഒരു വിചാരണയുടെ ലോകം, കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുന്ന ലോകം, സുഹൃത്തുക്കളിൽ ഏർപ്പെട്ടവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകുന്ന ലോകം. അങ്ങനെ ഒരു ലോകമില്ലെങ്കിൽ ഈ ജീവിതത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത്? നമ്മൾ ആലോചിക്കണം. ഈ ദുന്യാവ് ഇതല്ല നമ്മുടെ യഥാർത്ഥ ലോകം. ഇത് ഒരു റോഡ് മാത്രമാണ്. ഇത് നമുക്ക് സഞ്ചരിക്കാനുള്ളൊരു പാതയാണ്. നമ്മളിവിടെ സ്ഥിരം താമസക്കാരല്ല, ഭൂമിയിലൂടെ യാത്ര പോകുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്. ഓ മനുഷ്യ, ഈ ദുന്യാവിൽ നീ ഒരു വിദേശിയുടെ മനോഭാവത്തോടെ കഴിയണം. വിദേശത്തേക്ക് ജോലിക്ക് പോയ ഒരാളുടെ മനസ്സെന്താ? അയാൾ എപ്പോഴും തന്റെ നാടും വീടുമാണ് മനസ്സിൽ കാണുക. ഗൾഫിലെത്തിയാൽ അന്ന് കലണ്ടർ നോക്കും, ഇനിയിപ്പോ എന്നാ നാട്ടിൽ പോവാ, അതവിടെ എഴുതിയേക്കും. ഇനി ആ ദിവസമായിത്തീരാൻ വേണ്ടി ദിവസങ്ങൾ എണ്ണിത്തീർക്കാൻ. പക്ഷേ അയാൾ ചിന്തിക്കും ഒരു കാര്യം, നാട്ടിലേക്ക് പോകുമ്പം വെറും കയ്യോടെ പോയാൽ ഭാര്യയും മക്കളും സ്വീകരിക്കൂല. നല്ല ലഗേജ് കയ്യിലുണ്ടെങ്കിലേ അവര് സ്നേഹിക്കുള്ളൂ. നല്ല പണം കൈവശമുണ്ടെങ്കിലേ കുടുംബക്കാരൊക്കെ കൂടെ വരൂ. അതുകൊണ്ട് ഓവർ ടൈം പണിയെടുത്ത് അധ്വാനിക്കുകയാണ് വിദേശത്ത് താമസിക്കുന്ന ഒരു തൊഴിലാളി. അയാൾക്ക് വേറൊരു അജണ്ടല്ല. അയാൾ മുമ്പിലുള്ളത് എന്താ? തിരിച്ചു പോകണം, നാട് പിടിക്കണം, വീട്ടിലേക്കെത്തണം, പരമാവധി കൊണ്ടുപോകാൻ പറ്റിയതൊക്കെ സമ്പാദിക്കണം. ഈ മനോഭാവമാകണം ദുന്യാവിൽ നിനക്ക്. കാരണം നമ്മളെ തറവാട് വാപ്പ ജനിച്ച സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണം. അതിനാവശ്യമായ വിഭവങ്ങളെ ഈ ദുന്യാവിൽ വെച്ച് പരമാവധി നമ്മൾ ശേഖരിക്കണം. ഇതായിരിക്കണം ഈ ദുന്യാവിൽ താമസിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ട ബോധം. ആഖിറത്തിലേക്ക് ആവശ്യമായ വിഭവങ്ങളെ ശേഖരിക്കാൻ അള്ളാഹു നമ്മളെ പറഞ്ഞു വിട്ടതാണ്. ഈ ശേഖരണവുമായി നമ്മൾ ചെന്നെങ്കിലേ നമ്മളെ തിരിച്ചെടുക്കുകയുള്ളൂ. അതിന് നമ്മൾ 5 നേരത്തെ നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കണം.
ഏറെക്കുറെ അൽഹംദുലില്ലാ നിസ്കാരം നിർവഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അത് കൃത്യമായി നിർവഹിക്കാൻ സുബഹി അടക്കം അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ഉമ്മത്തിന്റെ കാവൽ കൂടിയാണ് സുബഹി നിസ്കാരം. മുത്തുനബി പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്ത സുബഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആര് സുബഹി മുറ പോലെ നിർവഹിച്ചോ അവർ അള്ളാഹുവിന്റെ കാവലിലായിരിക്കും, സംരക്ഷണത്തിലായിരിക്കും. പിന്നെ നമുക്ക് പേടിക്കാനില്ല. ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ സുരക്ഷിതത്വം ലഭിക്കാത്തത് സുബഹി നിസ്കരിക്കുന്നവരുടെ ശതമാനം അത്രയും കുറവായതുകൊണ്ടാണ്. അതുകൊണ്ട് സുബഹി നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. ഒരു ഫർള് നിസ്കാരവും നമ്മൾ ഉപേക്ഷിക്കരുത്. നമ്മൾ ഈ ഫർള് നമ്മളെ ഔദ്യോഗിക ജോലി പോലെയാണ്. വിദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഗവൺമെന്റ് കൊടുത്ത ഔദ്യോഗിക പണിയാണ് ഈ ഫർള് നിസ്കാരം. അതേപോലെയാണ്. എന്നാൽ അയാൾ ഓവർ ടൈം എക്സ്ട്രാ വർക്ക് ചെയ്യാറുണ്ട്, പരമാവധി പണിയെടുത്ത് കൂലി സമ്പാദിക്കാൻ. ഇതുപോലെ ഒരു 2 റക്അത്തെങ്കിലും റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ നിസ്കരിക്കണം. വലിയ പ്രതിഫലമുള്ളതാണ്. പരലോകത്ത് നമ്മൾ ആഗ്രഹിച്ചു പോകും. അള്ളാഹിന്റെ റസൂല് പറയുന്നു, റക്അത്തയിൽ ഫജ്രി ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് ഈ ദുനിയാവും അതിലുള്ള സർവ്വ സമ്പത്തും അധികാരവും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായിരിക്കും. എവിടെ? ആഖിറത്തിൽ. പരലോകത്ത് ചെല്ലുമ്പോഴാ നമുക്ക് കണ്ട് ചിന്ത വരും, ആ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മൾ റവാത്തിബ് സുന്നത്തുകൾ ഈ 2 റക്അത്ത് മോക്കതായത് മാത്രമെങ്കിലും ആദ്യം എടുത്ത് ശീലിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതോടൊപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഏത് അവസരം കിട്ടിയാലും പണിയെടുക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർക്കുള്ള ജോലി നിർവഹിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ ട്യൂഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കും. അതിന് ഇത്ര സംഖ്യ, അത് കഴിഞ്ഞിട്ട് ഇത്ര കിട്ടിയാൽ അവിടെ പണിയെടുക്കും. എന്തിനാണ്? പരമാവധി സമ്പാദിക്കാൻ. ഇതുപോലെ ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയിക്കാൻ ആവശ്യമായ സമ്പാദ്യത്തിനു വേണ്ടി നമ്മൾ അല്പം ശ്രമിക്കണം. ഇപ്പൊ സുബഹി ബാങ്ക് കൊടുക്കുന്നത് ഏകദേശം 5:30 സമയത്താണെങ്കിൽ പ്രിയപ്പെട്ടവരെ, 5:10 നമ്മൾ എഴുന്നേറ്റാൽ, 2 റക്അത്ത് തഹജ്ജുദ് നമ്മൾ നിസ്കരിച്ചാൽ നമ്മൾ വലിയൊരു ശൃംഖലയിൽ കണ്ണി ചേർക്കപ്പെടുകയാണ്. മുത്തുനബി പറയുന്നു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം മുറുകെ പിടിക്കുക. എന്താണ് അതിന്റെ സവിശേഷത? 1, ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന ഖബലക്കും, അത് നിങ്ങളെ മുൻഗാമികളായ പൂർവീകരൊക്കെ ജീവിതത്തിൽ പകർത്തിപ്പോന്ന പതിവാക്കി വന്ന ഒരു പുണ്യകർമ്മമാണ്. മുൻഗാമികൾ ചെയ്തു വന്ന ഒരു കാര്യം നമ്മളും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്വാലിഹീങ്ങളെ ശൃംഖലയിൽ നമ്മളും ഒരു കണ്ണിയായി ചേരുക എന്നാണ്. ഈ സ്വാലിഹീങ്ങളോട് അരികു ചേർന്നല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളില്ല. അതുകൊണ്ടാണ് സർവ്വ അമ്പിയാക്കളെയും പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചവനെ സ്വാലിഹീങ്ങളെ കൂടെ എന്നെ ചേർത്തു തരണമേ. മിഹ്റാബായ മിഹ്റാബുകളിൽ നിന്ന് 5 നേരവും നമ്മളെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവർ പ്രാർത്ഥന നടത്തുമ്പോൾ വൽഹിഖ്നാ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളെ കൂടെ ചേർത്തു തരണമേ. എല്ലാ പള്ളികളിൽ നിന്നും നമ്മൾ ഈ പ്രാർത്ഥന കേൾക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്തും പറഞ്ഞതെന്താ? അർ-റഫീഖൽ അഅ്ലാ, സ്വാലിഹീങ്ങളെ, സമുന്നതരായ കൂട്ടുകാർ, അത് സ്വാലിഹീങ്ങളാണ്, അവരെ കൂടെ ചേരണം. വഫാത്ത് വേണോ? ഇവിടെ തന്നെ ജീവിക്കണോ? നബിയോട് ഇസ്രായേൽ അലൈഹിസ്സലാം സമ്മതം ചോദിച്ചു. ഐഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മാ മിൻ നബിയിൻ ഇല്ലാ ഖുയ്യറ, ഒരു നബിയെയും പൊടുന്നനെ വന്ന് ഇസ്രായേൽ റൂഹ് പിടിച്ചു പോകൂല. അവർ സാധാരണ മനുഷ്യരല്ല, അവരോട് സമ്മതം ചോദിക്കും, എല്ലാ നബിമാരോടും. ആ സമ്മതം ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടിയാണ് അർ-റഫീഖൽ അഅ്ലാ, സ്വാലിഹീങ്ങളെ കൂടെ ചേരാൻ എനിക്ക് ആഗ്രഹം വരുന്നു, എന്റെ റൂഹിനെ പിടിച്ചോളൂ എന്നാണ്. മാത്രമല്ല അവിടുന്ന് പ്രാർത്ഥിച്ചു, വഹ്ശുർനി ഫീ സുംറത്തിസ് സ്വാലിഹീൻ, നാളെ മഹ്ശറിൽ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടിത്തരണമേ. മഹ്ശറയിൽ ഒരു വലിയ രംഗം വരാനുണ്ട്.
50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള വിചാരണ തടവ് കഴിഞ്ഞ് അള്ളാഹു മനുഷ്യരുടെ ഹിസാബിനു വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ പടച്ച തമ്പുരാൻ ചോദിക്കും സർവ്വജനങ്ങളോടും. നേരത്തെ നമ്മൾ പഠിച്ച സൂറത്തുൽ മുൽക്കിലെ തന്നെ ഒരു വലിയ ആശയമാണ് ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരമുള്ളത്? ഈ ചോദ്യം കേൾക്കുമ്പോൾ ലോകം മുഴുവനും മടക്കി ഭരിച്ച രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ മുതൽക്ക് വാർഡ് മെമ്പർമാര് വരെ മുട്ടുവറച്ചുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ പരസ്യമായി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകാധിപതിയായ അതിശക്തനായ അല്ലാഹുവിന് മാത്രമാണ് ഇന്നത്തെ ദിവസം അധികാരമുള്ളത്. ഇത് കേൾക്കുന്നതോടെ MP-മാരെ, MLA-മാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, പ്രധാനമന്ത്രിമാരെ ഒക്കെ അവലംബിച്ച് ജീവിച്ച ആളുകളുണ്ട്. എന്നെ നയിക്കാൻ, എന്നെ രക്ഷപ്പെടുത്താൻ ഇവരൊക്കെ ഉണ്ട് എന്ന് കരുതി മഹ്ശറിൽ വന്ന ആൾക്കാർക്ക് ബോധ്യായി നമ്മളെ MP-ക്ക് ഇവിടെ ഒരു അധികാരമില്ലട്ടോ, നമ്മളെ MLA-ക്ക് യാതൊരു സ്വാധീനമില്ല. ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ സ്വാലിഹീങ്ങളെ അരികു ചേർന്ന് നിൽക്കണം. അങ്ങനെ അമ്പിയാക്കളെ തേടി, ഔലിയാക്കളെ തേടി, ആലിമീങ്ങളെ തേടി എല്ലാവരും ഇങ്ങനെ സ്വാലിഹീങ്ങളടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ അള്ളാഹ്ക്ക് മറ്റൊരു പ്രസ്താവന ഉണ്ട്. സൂറത്ത് യാസീനിൽ അല്ലാഹു അത് പറഞ്ഞു, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഓ തെമ്മാടികളെ, പടച്ചവൻ വല്ലാത്ത ദേഷ്യത്തിലാണെന്ന്. അർഹമുറാഹിമീനാണ് റബ്ബ്. പക്ഷേ വിചാരണക്കെടുക്കുന്ന ദിവസത്തിലെ പടച്ചവന്റെ പ്രകടനം ഇങ്ങനെയാണ്, തെമ്മാടികളെ ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കൂ. വംതാസുല്യവും, ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വാലിഹീങ്ങളടുത്തുനിന്ന് ഒറ്റക്ക് മാറി നിൽക്കൂ. ഇന്നല്ല നിങ്ങൾ സ്വാലിഹീങ്ങളെ കൂടെ നിൽക്കേണ്ടിയിരുന്നത്, അത് ഇന്നലെയായിരുന്നു. ഇന്നലെ നിങ്ങൾ സ്വാലിഹീങ്ങളെ കൂടെ അണിചേർന്നിരുന്നെങ്കിൽ ഇന്ന് സ്വാലിഹീങ്ങളെ സുംറത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാമായിരുന്നു. അത് വിജയത്തിന്റെ സൂചനയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. മഹ്ശറിൽ ഒറ്റക്കൊറ്റക്ക് നിൽക്കേണ്ടി വന്നാൽ എന്താണ് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നത്? അയാൾ പരാജയിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സ്വാലിഹീങ്ങളെ കൂടെ നമുക്ക് ചേർന്ന് നിൽക്കണമെങ്കിൽ അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ തഹജ്ജുദ് മുറുകെ പിടിക്കണം. വലൗ ഹൽബശ, ഒരാടിനെ കറക്കുന്ന സമയമെങ്കിലും. കാരണം ഫൈന്നഹു ദഅബു സ്വാലിഹീന ഖബലക്കും, അത് നിങ്ങളെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ പതിവാക്കി വന്ന കാര്യങ്ങളാണ്. ഇതേപോലെയാവണം ഈ ദുനിയാവ്. നമ്മളൊരു വിദേശത്ത് താമസിക്കുന്ന തൊഴിലാളിയുടെ മനോഭാവത്തിൽ ഈ ദുനിയാവിനെ നമ്മൾ കാണുക. എപ്പോഴും നമ്മൾ പാരത്രിക ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഈ ദുനിയാവിലെ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞു. ഒരു കപ്പൽ, ആ കപ്പൽ ഒരു ദ്വീപ് അല്ലെങ്കിൽ മറുകര ലക്ഷ്യമാക്കി യാത്ര പോകുകയാണ്. ആ യാത്ര പോകുന്നതിന്റെ ഇടക്ക് കടലിന്റെ നടുവിൽ നല്ല സൗന്ദര്യമുള്ള ഒരു ദ്വീപ് കണ്ടെത്തി. കപ്പിത്താൻ ആ ദ്വീപിന്റെ ചാരത്ത് കപ്പൽ നിർത്തി. യാത്രികരോട് പറഞ്ഞു, എല്ലാവർക്കും ഇറങ്ങാം, എന്നാൽ ഇന്ന സമയത്ത് ഈ കപ്പൽ തുടർ യാത്ര നടത്തും. അതുകൊണ്ട് തന്നെ ആരും ഈ ദ്വീപിന്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകണ്ട, നിങ്ങൾക്ക് തിരിച്ചു പോരാൻ കഴിയാതെ പോകും. അതിനാൽ സമയം മറക്കാതെ തിരിച്ചു പോകേണ്ടവരാണെന്ന ബോധത്തോടുകൂടി എല്ലാവരും ഈ ദ്വീപൊന്ന് ഇറങ്ങി കണ്ടോളൂ എന്ന് പറഞ്ഞ് ആ ദ്വീപിൽ ആളുകളെ ഇറക്കി. ഇറങ്ങിയ ആളുകൾ 3 വിഭാഗമായി മാറി. ഒരു വിഭാഗം എന്ത് ചെയ്തു? ആ ദ്വീപിൽ ഇറങ്ങിയപ്പം തന്നെ അവരിങ്ങനെ പറയാൻ തുടങ്ങി, നമ്മളിപ്പം എന്തിനാ അവിടെ ഇങ്ങനെ ഇറങ്ങിക്കാണുന്നത്, നമ്മളിപ്പം പോണ്ടിയോലല്ലേ, ഈ ഉടനെ തന്നെ ഇവിടുന്ന് കയറി പോകേണ്ട ആളുകളല്ലേ, നമ്മളിതിങ്ങനെ നടന്ന് കണ്ട് ഇതിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഇവിടെ കൂടാൻ പറ്റുമോ? ഇല്ല. അവര് യാത്രയെക്കുറിച്ച്, തുടർ യാത്രയെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു. അവർ ദൂരെ എങ്ങും പോയില്ല. സമയമായാൽ ഉടനെ കപ്പലിൽ കയറി നല്ല ഇരിപ്പിടം പിടിക്കണം. അങ്ങനെ അവർ ബോധത്തോടെ നിന്നു. വേറൊരു വിഭാഗം അവരതാ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങി അത്ഭുത ദ്വീപിന്റെ സൗന്ദര്യങ്ങളൊക്കെ അങ്ങനെ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. അതേ സമയത്ത് തന്നെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, സമയമായോ, നമുക്ക് പോകാനായില്ലേ. അങ്ങനെ യാത്രയെക്കുറിച്ചും ബോധമുണ്ട്, ആ അനുഭവവും അവരാസ്വദിക്കുന്നുണ്ട്.
ഇങ്ങനെ ഒരു കൂട്ടർ. മൂന്നാമത്തൊരു വിഭാഗം എന്ത് ചെയ്തു? അവരാ ദ്വീപിലെ ഒരു സൗന്ദര്യം കാണുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ളത് കാണാൻ ആഗ്രഹിച്ചു, അങ്ങോട്ട് പോയി. അത് ആസ്വദിച്ച് കഴിയുമ്പോഴേക്ക് അതിന്റെ ഉള്ളറയിലേക്ക് പിന്നെയും പോയി. അങ്ങനെ അവര് പോയി നമ്മൾ ഈ യാത്ര തുടരേണ്ടവരാണെന്ന ബോധം തന്നെ വിസ്മരിച്ചു. ഈ അവസ്ഥയാണ് ഭൂമിയിൽ വന്ന മനുഷ്യർക്കുള്ളത്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന ത്വല്ലഖുദ്ദുന്യാ വഖാഫുൽ ഫിതന. അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. നമ്മളെ ദൃഷ്ടിയിൽ അവർ പോയത്തക്കാരാണ്. യഥാർത്ഥ ബുദ്ധിയുള്ളവരവരാണ്. അവര് ഈ ദുനിയാവിനെ ത്വലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ അവരുപേക്ഷിച്ചു. പ്രപഞ്ചത്യാഗികളാണവർ. അവരെപ്പോഴും ആഖിറത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഒരു വിഭാഗം. വേറൊരു വിഭാഗം ആരാ? റബ്ബനാ ആത്തിനാ ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന. ദുനിയാവിലും ഞങ്ങൾക്ക് ഹസനത്ത് വേണം, ആഖിറത്തിലും ഹസനത്ത് വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. ഇവരാണ് കപ്പലിൽ നിന്നിറങ്ങിയ ഒരു കൂട്ടർ. അവരതൊക്കെ അനുഭവിക്കുകയോ ആസ്വദിക്കുകയോ ഒക്കെ ചെയ്തപ്പോഴും അവരെന്തിനെ കുറിച്ച് മറന്നിട്ടില്ല? യാത്രയെക്കുറിച്ച് മറന്നിട്ടില്ല. അവരും ആക്ഷേപാർഹരല്ല. എന്നാൽ ആദ്യത്തെ വിഭാഗത്തിന്റെ പദവി ചിലപ്പോൾ ഇവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. മൂന്നാമത്തെ വിഭാഗം ഈ ദുനിയാവിനെ അതിനെ ആസ്വദിച്ച് അവരെ യാത്രയെ മറന്നുപോയി. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറാ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന, നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന പച്ചപ്പുള്ളൊരു തുരുത്താണ്. ഇവിടെയാണ് ഫഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ. അള്ളാഹു അവന്റെ പ്രതിനിധികളായി, അഥവാ അള്ളാഹുവിന്റെ ആസ്തിക്യം ഉദ്ഘോഷിക്കുവാനും അവന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ മാനിച്ച് അച്ചടക്കത്തോടെ ജീവിക്കാനും നിങ്ങളെ നിയോഗിച്ചത് ഇവിടേക്കാണ്. എന്തിനു വേണ്ടി? ലിയൻദുറ കൈഫ തഅമലൂൻ. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ വിട്ട ദുന്യാവ് ഇത് നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ഈ ദുന്യാവിന്റെ പറുദീസകൾ കണ്ട്, പളുവെളുപ്പ് കണ്ട് നിങ്ങളാരും പെട്ടുപോകരുതേ, യാത്രയെക്കുറിച്ച് നിങ്ങൾ മറന്നുപോകരുതേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. ഈ ദുനിയാവ് നമ്മൾ എത്ര വെട്ടിപ്പിടിച്ചാലും എന്താ നമുക്കതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലുൽ അബ്ദ്, അതാ ഒരടിമ അവൻ പറയുകയാണ്, മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്. ഉണർവിലും ഉറക്കത്തിലും എപ്പോഴും അവന്റെ ചിന്ത പണം പണം പണം. അതിനുവേണ്ടി അവൻ നെട്ടോട്ടമോടുകയാണ്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, വ ഇന്ന മാലഹു മിൻ മാലിഹി സലാസ്. ഏതൊരു മനുഷ്യനും എത്ര കോടാനുകോടി സമ്പത്തുണ്ടായാലും അവന്റെ സമ്പത്തിൽ നിന്ന് അവന്റെ സമ്പത്ത് എന്ന് പറയാവുന്നത് എത്രയാണ്? എത്ര കോടി ഉണ്ടായാലും റസൂലുള്ളാഹി പറയുന്നു, സലാസുൻ, മൂന്ന് വസ്തുക്കളാണ്. മാ അകല ഫഅഫ്നാ, അവൻ തിന്ന് നശിപ്പിച്ചു കളഞ്ഞത്, അത് അവന്റെ മുതൽ എന്ന് പറയാം. ഏതായാലും തിന്ന് കിട്ടിയല്ലോ. രണ്ടാമത്തേതാ ഔ ലബിസ ഫഅബ്ലാ, അവൻ ധരിച്ചു നുരുമ്പിപ്പോയത്. അത് നമ്മളെ പണത്തിന് നമുക്ക് കിട്ടിയ സാധന. വേറെ ഒന്നുള്ളത് ഔ അഅതാ ഫഖ്തനാ, അവൻ പാവപ്പെട്ടവർക്കും ആവശ്യമുള്ളതിനും വേണ്ടി ചെലവ് ചെയ്തു, അത് ആഖിറത്തിലേക്ക് നിക്ഷേപമാക്കി, അതും അവന്റെ സമ്പത്തിൽ നിന്ന് അവനുള്ളതാണ്. ഇനി വമാ സിവാ ദാലിക, ഇത് മൂന്നും അല്ലാത്ത മുഴുവനും ഫഹുവ ദാഹിബുൻ, അതൊക്കെ അവനിൽ നിന്ന് പോയി പോകുകയും വതാരിഖുഹു ലിന്നാസ്, അത് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ വിട്ടേച്ചു പോകുകയും ചെയ്യുന്നതാണ്. അപ്പൊ എത്ര പണം ഉണ്ടായാലും ഏത് സമ്പന്നനും ദുന്യാവ് നേടിയാൽ ഈ മൂന്ന് കാര്യങ്ങളെ അവന്റേതെന്ന് പറയാനുള്ളൂ, ബാക്കി ഇവിടെ വിട്ടു പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു ഹ്രസ്വമായ കാലയളവിലേക്ക് പരിമിതമായ ചില ഉപയോഗം, നമ്മളൊക്കെ തിന്നുന്നതിന് പരിധിയില്ലേ, ധരിക്കണതിനൊരു പരിധിയില്ലേ, അതിന്റെ അപ്പുറത്തൊന്നും നമുക്ക് എടുക്കാനില്ല, ബാക്കി ഇവിടെ വിട്ടുപോകണം. അങ്ങനത്തെ ഒരു സംഗതിക്ക് വേണ്ടി മരണം വരെ ജീവിതം സമർപ്പിച്ചാൽ നമ്മളെ ജീവിതം ലക്ഷ്യത്തിലെത്തിച്ചേരൂല.
ലക്ഷ്യത്തിലെത്തിച്ചേരണമെങ്കിൽ യഥാർത്ഥ ശാശ്വതമായ ജീവിതത്തിലേക്ക് ആവശ്യമായ വിഭവങ്ങളെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം. ദുനിയാവിന്റെ വിലക്കനുസരിച്ചായിരിക്കണം നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഹബീബ് പഠിപ്പിക്കുന്നു, വഅമല്ലി ദുനിയാക അലാ ഖദ്രി മുഖാമിക ഫിഹാ. ഓ മനുഷ്യ, ദുനിയാവിനു വേണ്ടി നീ പ്രവർത്തിച്ചോ അധ്വാനിച്ചോ, എത്ര ആ ദുനിയാവിൽ നീ താമസിക്കുന്ന കാലയളവിനനുസരിച്ച്. വഅമല്ലി ആഖിറതിക, നിന്റെ പരലോകത്തിനു വേണ്ടിയും നീ പ്രവർത്തിച്ചോ. അലാ ഖദ്രി മുഖാമിക ഫിഹാ, അവിടെ താമസിക്കുന്ന കാലയളവിനെ ഓർത്ത്. അതെത്രയാണ്? സുമ്മ ലാ യമൂതു ഫിഹാ വലാ യഹ്യാ, അറ്റമില്ല. ആ കാലത്തെ ഓർത്തുകൊണ്ട് അവിടേക്കുള്ളതും സമ്പാദിച്ചോ. ഇവിടെ എപ്പോഴാ? ഇന്നല്ലെങ്കിൽ നാളെ. ആർക്കും ഗ്യാരണ്ടിയില്ല, ഏത് സമയത്തും ദൂതൻ വന്നേക്കാം. വമൻ നസലത് ബിസാഹത്തിഹിൽ മനായാ വലാ അർളും തഖീഹി വലാ സമാഉ. മരണദൂതൻ നമ്മളെ വീട്ടുമുറ്റത്തേക്ക് കയറി വന്നാൽ ഒരാകാശത്തിനും ഭൂമിക്കും അതിലുള്ള ഒരു വസ്തുവിനും ഒരു ഡോക്ടർക്കും നമ്മളെ ജീവൻ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആ ആത്മാവിനെയും പിടിച്ച് മലക്ക് പോകും. അങ്ങനത്തെ ദുന്യാവാണ്. അതിലേക്ക് ആവശ്യമുള്ളത് മാത്രം നീ എടുത്തോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടത്തെ വീട്ടിലിരിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വീട്ടിൽ ചെന്നു നോക്കുമ്പം നബിതങ്ങൾ അവിടത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ആ നേതാവിന്റെ പുറത്ത് കിടന്ന പായയുടെ ഒരു ഫോട്ടോ കോപ്പി പതിഞ്ഞു കിടക്കുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നത് ഈന്തപ്പന തടി കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിലാണ്. ഈന്തപ്പനയോല കൊണ്ട് മടഞ്ഞ പായയാണ്. ഈന്തപ്പനയുടെ ഉള്ളിലെ നാരുപയോഗിച്ചുണ്ടാക്കിയ തലയണയാണ്. ഈ പായയിൽ കിടന്ന് എഴുന്നേറ്റിരുന്നപ്പം പായയുടെ ഒരു കോപ്പി പുറത്ത്. ഇത് കണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ലൗ അമർതനാ അൻ നബ്സുത ലക വനഅമൽ, അങ്ങേക്ക് വേണ്ടി ഒരു നല്ല ബെഡ് ഉണ്ടാക്കി തരാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തരാനും അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, അവിടത്തേക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ചെയ്ത്. ഇത് പറഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബ് ഓർത്തതെന്താണ്? നബി ഒരു യാത്രക്കാരനാണ്. അവിടുന്ന് പറഞ്ഞു, മാലി വലിദ്ദുന്യാ, ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയുമോ? വമാ അനവദ്ദുന്യാ ഇല്ലാ കറാക്കിബ്, ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്. എന്താണ് ആ യാത്രക്കാരന്റെ അവസ്ഥ? ഇസ്തളല്ല തഹ്ത ശജറ, യാത്രക്കിടെ ഒരു മരച്ചുവട്ടിൽ അയാൾ വിശ്രമിക്കാനിരുന്നു. അയാൾ വേറെ എങ്ങോട്ടോ പോവാണ്. ക്ഷീണം ബാധിച്ചപ്പം ആശ്വാസത്തിന് വേണ്ടി ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. സുമ്മറാഹ, അങ്ങനെ കുറച്ച് വിശ്രമിച്ചു. വതറക്കഹ, ആ മരത്തണൽ വിട്ടുകൊണ്ട് അയാൾ യാത്ര തുടരുന്നു. ഇതേപോലെയാണ് ഈ ദുന്യാവിനെ ഞാൻ കാണുന്നത്. ഇത് ആഖിറത്തിലേക്ക് പോകാനുള്ള റോഡ് മാത്രമാണ്. ഈ യാത്രക്കിടെ ചെറിയൊരു വിശ്രമമാണ് എന്റെ ഉറക്കം, എന്റെ വീട്, എന്റെ ദുന്യാവ്. അതുകൊണ്ട് തന്നെ ഈ സൗകര്യം മതി സ്വഹാബാ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, നബിയെ, ദാക കിസ്റാ വ കൈസർ, കാണുന്നില്ലേ അങ്ങ് കിസ്റ രാജാക്കന്മാര്, കൈസർ ചക്രവർത്തിമാർ, അമ്പരചുംബികളായ ആകാശത്തെ ഉമ്മ വെച്ച് നിൽക്കുന്ന കൊട്ടാരങ്ങളിൽ കഴിയുന്നു. താരാട്ട് പാടാൻ തോഴിമാര്, ഉറങ്ങാൻ തൊട്ടിലുകളാണ്. വഅന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് അള്ളാന്റെ ദൂതരല്ലേ, ഇതൊക്കെ ഉപയോഗിക്കാൻ അർഹൻ അവിടുന്നല്ലേ, അങ്ങേക്ക് നല്ലൊരു ബെഡ്റൂം ഞങ്ങൾ സെറ്റ് ചെയ്യട്ടെ നബിയേ. തിരുനബി തങ്ങളോട് ചോദിച്ചപ്പോഴും അവിടുന്ന് പറഞ്ഞത്, ഉമറേ, ഞാനൊരു യാത്രക്കാരനാണ്. യാത്ര പോകുമ്പം വിശ്രമിക്കാനിരിക്കുന്ന മരച്ചുവട് ആരെങ്കിലും മോടി കൂട്ടോ? അവിടെ സൗന്ദര്യവൽക്കരണത്തിന് നിൽക്കുവോ? അയാൾക്ക് പോകണ്ടേ? ഇതാണ് എന്റെ മനോഭാവം. ആ നേതാവിന്റെ ഈമാൻ, അതിന്റെ ഒരു കണികയെങ്കിലും അല്ലാഹു നമ്മളെ കൽബിൽ നിറച്ചു തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദുനിയാവ്
എന്ന് പറയുന്നത് ചെറിയൊരു ഇടമാണ്, വളരെ ഹ്രസ്വമായ ഒരു കാലമാണ് ഇവിടെ നമുക്ക് ജീവിക്കാനുള്ളത്. നമ്മളെ യാത്ര ഇതോടെ മരണത്തോടെ അവസാനിക്കുകയല്ല, യഥാർത്ഥ യാത്ര മരണശേഷം തുടരുകയാണ്. അതുകൊണ്ട് ആ മരണാനന്തര ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഈ യാത്ര നമ്മൾ പോകുന്നത്. പരിസരബോധമില്ലാത്തവരായി നമ്മൾ മാറരുത്. അതോടൊപ്പം തന്നെ ജീവിതമാകുന്ന ഈ യാത്രയിൽ നമ്മൾ ചില ഉപയാത്രകൾ കൂടെ നടത്തുന്നുണ്ട്. ആ ഉപയാത്രകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദഅ്വാ യാത്രകൾ, പ്രബോധനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര. നമ്മളെ ഈ യാത്ര അള്ളാഹു അങ്ങനെ കബൂലാക്കി തരട്ടെ. ഇന്ന് വളരെ വിഷമങ്ങൾ സഹിച്ചാണ് നിങ്ങളൊക്കെ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നൂറുകണക്കായ പ്രവർത്തകന്മാർ, വിദ്യാർത്ഥികൾ വഴിയിൽ യാത്രയിലാണ്. അവർക്കൊക്കെ അല്ലാഹു തആല കാവൽ നൽകുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് അവർക്കും നമുക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ യാത്ര ദഅവത്തിന് വേണ്ടിയാകുമ്പോൾ അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന, നമ്മളെ യഥാർത്ഥ ജീവിതയാത്ര ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ കാരണമായേക്കുന്ന യാത്രയാണ് പ്രബോധനത്തിന് വേണ്ടിയുള്ള യാത്ര, പഠനത്തിന് വേണ്ടിയുള്ള യാത്ര. ആ നിലക്കുള്ള നല്ല നിയ്യത്തോടെ നമ്മൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരെ മദീനയിൽ വെച്ച് പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ആ ആശയങ്ങളും ആദർശങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ടി അവരെ നബി തങ്ങൾ യാത്ര അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ യാത്ര പോയ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ട്. അതിൽ വളരെ പ്രായം കുറഞ്ഞ 20 വയസ്സ് മാത്രം പിന്നിട്ട ചുറുചുറുക്കുള്ള ഒരു പ്രവർത്തകനായിരുന്നു സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വലിയ ആലിമാണ്, ചെറിയ കുട്ടിയാണെങ്കിലും നല്ല പണ്ഡിതനാണ്, പക്വതയാണ്. ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന് വേണ്ടി യാത്ര പോകാൻ പറഞ്ഞത് അന്ന് യമനിലേക്കാണ്. ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുത്തു കൊടുക്കാനില്ല, വേറെ എന്തെങ്കിലും ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ല. ഒട്ടകപ്പുറത്ത് ദിവസങ്ങൾ നീണ്ട മരുഭൂമിയിലൂടെയുള്ള യാത്ര ചെയ്ത് യമനിൽ ചെല്ലണം. ആ യാത്രയപ്പിന്റെ ഹൃദ്യമായ ഒരു സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ ഈ ചെറുപ്പക്കാരനെ ഒട്ടകപ്പുറത്ത് കയറി അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ഒരടിമയെപ്പോലെ ഈ ചെറുപ്പക്കാരന്റെ ഒട്ടകത്തിന്റെ പിന്നാലെ അതിന്റെ തണൽ തട്ടുന്ന ഭാഗത്തുനിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുകയാണ്. നടന്നിട്ട് റസൂലുള്ളാഹി ഈ കൂട്ടുകാരനോട് പലതും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയുന്നു, നബിയെ, എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഞാൻ ഒട്ടകപ്പുറത്തിരിക്കുക, അങ്ങ് എന്റെ കൂടെ ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ, ഇറങ്ങിയിട്ട് അവിടുന്ന് എന്നോട് വസിയത്ത് ചെയ്തോളൂ. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട മുആദേ, നിങ്ങൾ നടക്കുക. പിന്നാലെ നടന്നുകൊണ്ട് ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്ത് അവസാനമായി റസൂലുള്ളാഹി ഇടറുന്ന ശബ്ദത്തിൽ മഹാനവറുകളോട് പറയുകയാണ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ അമി ഹാദാ. ഓ മുആദേ, ഈ കൊല്ലത്തിന് ശേഷം നീ എന്നെ കണ്ടില്ലെന്ന് വരാം. ഇതാണ് റസൂലുള്ളാഹി ഇങ്ങനെ വല്ലാതെ ബാക്കിൽ കൂടാനുള്ള കാരണം. അവിടുത്തെ മരണത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നേതാവ് യാത്രയ്ക്കുന്ന അനുയായിയോട് യാത്ര ചോദിക്കുകയാണ്. ഇനി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ ഹബീബിന്റെ വഫാത്താകുന്ന സമയത്ത് മദീനയിൽ ഉണ്ടാകൂല. ഇത് ആർക്കറിയാം? മുത്തുനബിക്കറിയാം. അതുകൊണ്ട് പറയുന്നു, അടുത്ത വർഷം ഞാനിവിടെ ഉണ്ടാകണമെന്നില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി. എന്റെ ഈ പള്ളിയുടെ സമീപത്തുകൂടെയും എന്റെ ഖബറിന്റെ ചാരത്തുകൂടെയും മുആദേ, നീ നടന്നു പോകുന്ന അനുഭവം നിനക്കുണ്ടായേക്കാം. അള്ളാഹിന്റെ ഹബീബ് അവിടുത്തെ ഖബറും അവിടുത്തെ പള്ളിയൊക്കെ കാണുകയാണ്. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കപ്പെടുക, എവിടെയാണ് മദീനത്തെ പള്ളി, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ അങ്ങ് സങ്കടത്തോടെ യാത്ര പറഞ്ഞപ്പോൾ ഫബക്കാ മുആദുൻ ജഅശാ, മുആദ് റളിയല്ലാഹു അൻഹു സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് ഫൽതഫത്ത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ആ മുഖം തിരിച്ചു കളഞ്ഞു.
കാരണം നബിയും മുആദും ഇനി മുഖാമുഖം കണ്ടാൽ ആ സങ്കടം ഒതുക്കാൻ കഴിയാത്ത കൂട്ടക്കരച്ചിലായിരിക്കും നടക്കുക. യാത്ര പോകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇത് സഹോദരന്മാരെ ഒരു സാധാരണ യാത്രയപ്പല്ല. കാരണം മരണത്തെ ഉറപ്പിച്ചിട്ടാണ്. ഇനി നമ്മൾ തമ്മിൽ കാണൂല മുആദേ. ഇങ്ങനെ ഒരു യാത്ര പറയാൻ നമുക്കാർക്കെങ്കിലും കഴിയോ? നമ്മൾ ഇൻഷാ അല്ലാഹ് കാണാം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾക്ക് യാത്ര പറയാൻ പറ്റൂ? ഇത് ഉറപ്പാണ്. അള്ളാഹിന്റെ ഹബീബാണ്, സാധാരണ മനുഷ്യനല്ല. ഈ വിവരങ്ങളൊക്കെ നബി തങ്ങളെ അടുത്തുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മൻ കാനൂ ഹൈസു കാനൂ. മുആദ്, അതുകൊണ്ട് ദുഃഖിക്കൊന്നും വേണ്ട. ഞാൻ വഫാത്താകുന്ന സമയത്ത് മദീനയിൽ ഉണ്ടാകൂല എന്നതുകൊണ്ട് വിഷമിക്കേണ്ട. കാരണം നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുപ്പമുണ്ടാകൽ നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ള ആളുകൾക്കാണ്. അവര് ഏത് നാട്ടിലാണെങ്കിലും അവർ പരലോകത്ത് എന്റെ അടുത്തുണ്ടാകും. അതുകൊണ്ട് മോൻ ദുഃഖിക്കണ്ട എന്ന് മുഖത്തു നോക്കാതെ സങ്കടം കൊണ്ട് തിരിഞ്ഞു നിന്ന് നബിതങ്ങൾ പറഞ്ഞ ആ കൂട്ടുകാരനെ യാത്രയച്ചു. ആ യാത്ര സാർത്ഥകമായതാണ് യമൻ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത്. ഇന്ന് യമനിൽ നമ്മൾ സംഘർഷങ്ങൾ കാണുന്നുണ്ടെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ. യഥാർത്ഥ ഈമാൻ യമനിലേക്ക് ചേർക്കപ്പെട്ട ഈമാനാണ്. ആ യമനിന്റെ സമുദ്ധാരണത്തിന്, അവിടെ തൗഹീദ് പ്രചരിപ്പിക്കുന്നതിന്, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന്റെ പ്രവർത്തനമാണ് അതിന്റെ കാരണം. ആ യമൻ നമ്മളെ കേരളത്തെ പോലും സ്വാധീനിച്ചു. നമ്മളെ കേരളത്തിലേക്ക് വന്ന മിക്ക സാദാത്തുക്കളും ആലിമീങ്ങളും യമനിൽ നിന്നാണ്. മഹാന്മാരായ മഅബറിൽ നിന്ന് വന്ന മഹദൂം കുടുംബക്കാര് മുതൽ ഒരുപാട് സാദാത്തുക്കൾ യമനിൽ നിന്ന് വന്നു. ആ യമനി പാരമ്പര്യമാണ് കേരളീയ മുസ്ലിങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ വിപ്ലവങ്ങൾക്കൊക്കെ കാരണമായതെന്താ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ പ്രബോധകന്റെ ഒരു ചെറിയ യാത്രയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരാളുടെ ജീവിതത്തിന്റെ നീക്കുബാക്കി എന്ന് പറയുന്നത്, അടയാളപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇതുപോലെ ജീവിച്ചതിന്റെ എന്തെങ്കിലും ഒരു തെളിവ്, നല്ല ഒരു ഓർമ്മ ബാക്കി വെച്ചല്ലാതെ നമ്മളെ യാത്ര അവസാനിക്കരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളും ഇതുപോലെയുള്ള വിപ്ലവങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്രകൾ പോകണം. യാത്ര പോകുന്ന സമയങ്ങളിൽ നമുക്ക് നല്ല ഒരു ബോധമുണ്ടാകണം. നമ്മളൊക്കെ നടത്തുന്ന യാത്ര, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ യാത്ര, അത് പലരെയും ഒരു കാട്ടാളനാക്കാൻ പ്രേരിപ്പിക്കുന്ന യാത്രകളാണ് ആധുനിക കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പകരം പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. ധാരാളം മഹാന്മാർ സംസ്കരണത്തിന്റെ എല്ലാ പാഠങ്ങളും പഠിച്ചെടുത്തത് ഈ യാത്രകളിലൂടെയായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജൈലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ 4 നൂറ്റാണ്ടുകാലം ലോകം സഞ്ചരിച്ച് നടന്നിട്ടുണ്ട്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൽ കേട്ടാരേയിരുന്നോവർ. അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് 25 കൊല്ലക്കാലം ലോകത്തുകൂടെ ചുറ്റിക്കറങ്ങി. ഇതിങ്ങനെ ടൂറിസ്റ്റായി പോയതല്ല. അള്ളാഹുവിന്റെ കുദറത്തുകൾ, അവന്റെ സൃഷ്ടികളിലുള്ള അത്ഭുതങ്ങൾ ഇത് ദർശിച്ച് ഈമാനിന്റെ മാറ്റു വർദ്ധിപ്പിക്കാൻ, ആത്മാവിനെ നന്മ പരിശീലിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അങ്ങനെ നമ്മളും ഖൈറ് ഉദ്ദേശിച്ച് യാത്ര പോകണം. ആ യാത്ര നമ്മളെ സംസ്കരണത്തിന് കാരണമാകണമെങ്കിൽ യാത്രയുടെ മര്യാദകളൊക്കെ പാലിക്കണം. വിശദമായി പറയാനുള്ള സമയമല്ല. ഏത് സമയത്തും നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ പാഠശാലയിലേക്ക് യാത്ര പോകുകയാണെങ്കിൽ നമ്മൾ വളരെ മോശമായ നിലക്കല്ല വീട്ടിൽ നിന്ന് പോകേണ്ടത്. ചെറിയ മര്യാദകൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. ഏറ്റവും ചുരുങ്ങിയത് രാവിലെ നമ്മൾ സുബഹി നിസ്കരിച്ചാവണം യാത്ര പോകുന്നത്. സുബഹി നിസ്കരിക്കാതെ ഒരു സ്ഥലത്തേക്കും യാത്ര പോകരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്ത സുബഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അള്ളാഹിന്റെ സംരക്ഷണം കിട്ടും സുബഹി നിസ്കരിച്ചാൽ. സുബഹി നിസ്കരിക്കാതെ യാത്ര പോകരുത്. ആ യാത്ര പോകുമ്പം സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ, അത് യാത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന്
അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മാറാതെ, തൂണോ ചുമരോ തേടി റിവേഴ്സ് എടുക്കാതെ, അല്ലെങ്കിൽ ഒളു മുറിക്കാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്ന് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ മുത്തുനബി പറയുന്നു, അന്ന് മഗ്രിബ് വരെ, സൂര്യാസ്തമയം വരെ അവന്റെ കാവലിന് അത് തന്നെ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളൊക്കെ റോട്ടുമൂലൂടെ നടന്നു പോണോലല്ലേ, വണ്ടി ഓടിച്ചു പോകുന്നോല. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എതിരെ വരുന്നോ ലേശം നാട് തിരിച്ചാൽ കഴിഞ്ഞില്ലേ കഥ. പടച്ചവന്റെ കാവലല്ലാത്ത കാവലില്ല. ആ റബ്ബിന്റെ സുരക്ഷിതത്വം നമുക്ക് കിട്ടാൻ സുബൈ നിസ്കരിച്ചിരുന്ന് 2 മിനിറ്റേ വേണ്ടൂ. അനങ്ങരുത്. ആ ഇരുത്തം സലാം വിട്ടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പോലും സുബൈ നിസ്കാരത്തിന് ശേഷം പറയേണ്ടത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ. ഇതേ ദിക്ർ മഗ്രിബ് നിസ്കരിച്ച ഉടനെ അതേ ഇരുത്തത്തിലിരുന്ന് ഇമാം അടക്കം ആ അദബ് പാലിക്കണം എന്നാണ്. അതുകൊണ്ട് സാധാരണ നിസ്കാരത്തെ നമ്മൾ കേൾക്കലില്ലേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക എന്ന ദിക്ർ കഴിഞ്ഞാൽ ഉടനെ ഇമാം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കലുണ്ട്. മഗ്രിബിനും സുബൈക്കും നമ്മൾ അങ്ങനെ കാണലില്ല. എന്തുകൊണ്ടാ? ഈ അദബ് പാലിക്കാൻ അവരൊക്കെ ഖിബലക്ക് തിരിഞ്ഞിട്ടാവണം ഇത് 10 വട്ടം ചൊല്ലുന്നത്. എന്നാൽ അന്ന് സുബഹി വരെ നമുക്കൊരാപത്തും വരില്ല, അള്ളാന്റെ കാവലുണ്ടാകും. നമ്മൾ എന്നും പതിവാക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 2 റക്അത്തെങ്കിലും യാത്രയുടെ സുന്നത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിന്റെ ശേഷം ഒരായത്തുൽ കുർസിയും ഈലാഫി ഖുറൈശിനും ഓതുക. ചെറിയ 1 മിനിറ്റ് അതിനൊക്കെ ആവശ്യമുള്ളൂ. ഒരു ഈലാഫി ഖുറൈശ്, അത് യാത്രയുമായി ബന്ധപ്പെട്ട അള്ളാഹു വലിയ ബർക്കത്ത് നൽകിയ ഒരു സൂറത്താണ്, ചെറിയ സൂറത്ത്. അത് ഓതുക, ആയത്തുൽ കുർസി ഓതുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇടത് കാലാണ് ആദ്യം പുറത്തേക്ക് വെക്കേണ്ടത്. നല്ല സ്ഥലത്ത് നിന്ന് മോശപ്പെട്ട സ്ഥലത്തേക്ക് ഇറങ്ങുമ്പം എന്ന് ഉദ്ദേശിച്ചാൽ മതി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത്തെ കാൽ ഇറക്കി വെച്ച് ബിസ്മില്ലാ തവക്കൽതു നഫ്സി അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ടാകുക എന്നുള്ള യാത്ര. ഇതൊക്കെ നമുക്ക് എന്നും ചെയ്യാവുന്ന ഒരു കർമ്മമാണ്, കാര്യമാണ്. ആ യാത്രയിലാണ് നമുക്ക് അള്ളാഹുവിന്റെ ഖളാഅ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. സംഭവിച്ചാൽ തന്നെ ഷഹാദത്തിന്റെ കൂലി നമുക്ക് കിട്ടും. അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ വിചാരിക്കരുത് അതൊക്കെ എന്തോ കുരുത്തക്കേടുകൊണ്ട് മരിച്ചുപോയതാ അപകടത്തിൽപ്പെട്ടവരെല്ലാവരും. പക്ഷേ അത് ഷഹാദത്തിന്റെ കൂലി കിട്ടും. അതിന് യാത്രയുടെ സമയത്ത് ഈ ഒരു നിലക്ക് നമ്മൾ യാത്ര ചെയ്യണം. എപ്പോഴാണ് നമ്മളെ അള്ളാഹിന്റെ ഖളാഅ് കാത്തിരിക്കുന്നത് പറയാൻ പറ്റൂല. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം അപകടങ്ങളില്ലാതിരിക്കാൻ. പടച്ചറബ് നമുക്ക് കാവൽ തരട്ടെ. എപ്പോ യാത്ര പോകുമ്പോഴും ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. യാത്രയിൽ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കോരിത്തരിപ്പിക്കുന്ന, എന്നും അനുസ്മരിക്കപ്പെടുന്ന, സന്തോഷം നിറഞ്ഞ യാത്രകൾ എമ്പാടുമുണ്ടായിട്ടുണ്ട്. അതിൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു യാത്ര ഉണ്ട്. അതാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്ര. മുത്തുനബിയുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്രയാണ്. ആ യാത്ര അത്ഭുതകരമായൊരു യാത്രയായതുകൊണ്ട് തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആ യാത്രയെ ഒരു അധ്യായമായി തന്നെ അവതരിപ്പിച്ചത് കാണാം. സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞ് ഒരധ്യായത്തിന്റെ ആരംഭം തന്നെ. ആ അധ്യായത്തിന്റെ പേരും ഈ യാത്രയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ യാത്ര വല്ലാത്ത സന്തോഷം കൊടുക്കാൻ വലിയ കാരണമുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷമായിരുന്നു നുബുവത്തിന്റെ 10ാമത്തെ കൊല്ലം. ശത്രുക്കളുടെ കൊടിയ പീഡനം 7ാമത്തെ കൊല്ലത്തിൽ ഉപരോധം ഏർപ്പെടുത്തി. 10 കൊല്ലം നീണ്ടുനിന്നു. 1 മണി ഗോതമ്പ് പണം കൊടുത്താൽ പോലും കൊടുക്കരുത് എന്നാണ് തീരുമാനം. പട്ടിണി കിടന്നു അവിടുത്തെ പ്രിയതമ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. എല്ലും തോലുമായി അവിടുന്ന് വഫാത്താകുന്നത് ഈ 10ാമത്തെ കൊല്ലത്തിലാണ്. അതേ വർഷത്തിൽ തന്നെയാണ് മുസ്ലിം ആവാൻ തയ്യാറായില്ലെങ്കിലും മുത്തുനബിക്ക് മരണം വരെ സംരക്ഷണം കൊടുത്ത മൂത്താപ്പ അബൂ ത്വാലിബ് മരണപ്പെടുന്നത്. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി, സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനി മക്ക, അവിടെ ആരും തന്നെ സഹായിക്കാനില്ല. തോയിഫിലേക്ക് പോയാലോ? ഫലം വളരെയേറെ നിരാശാജനകമായിരുന്നു. കല്ലെറിഞ്ഞു, കൂക്ക് വിളിച്ചു ഓടിച്ചു.
ഓടി ഓടി മക്കയിൽ വന്ന് കയറുമ്പോ ആരെ മുന്നിലാ പെട്ടത്? ഉത്ബത്ത് ശൈബത്തിന്റെ മുന്നിലാണ്. കൊടിയ ശത്രുക്കളാണ്. അവര് പറഞ്ഞു, മക്കയിലേക്ക് കടക്കാൻ മക്ക വിട്ടു പോയതിനെ ഞങ്ങൾ സമ്മതിക്കൂല. അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിലും എന്ന പോലെ അള്ളാന്റെ ഹബീബ് ദുഃഖിച്ച കാലഘട്ടം. ഈ ദുഃഖത്തിൽ കഴിയുമ്പോ ഇനി നബിതങ്ങളെ സാന്ത്വനപ്പെടുത്താൻ ഭൂമി ലോകത്താരുമില്ല. അള്ളാഹു നേരിട്ട് ആശ്വസിപ്പിക്കേണ്ട സന്ദർഭം. ആ സമയത്താണ് നബിതങ്ങൾക്ക് ഒരു ഹൃദ്യമായ ടൂറ് അള്ളാഹ് സംവിധാനിച്ചത്. അതിന്റെ ഭാഗമാണ് ഇസ്രാ. ആ യാത്ര നടത്തിയപ്പം എല്ലാ അമ്പിയാക്കളുടെയും ഒരു ആശീർവാദം, ഒരു സാന്നിധ്യം, ഒരു യാത്രയപ്പ്. ഇതോടെ ആവണം മിഅ്റാജ് നടക്കേണ്ടത്. ആകാശാരോഹണത്തിന്റെ മുന്നോടിയായി നബിതങ്ങളുടെ യാത്രയപ്പിന്റെ ഭാഗമായാണ് ഇസ്രാ നടന്നിട്ടുള്ളത്. ആ ഇസ്രാ തന്നെ ഒരുപാട് പാഠങ്ങളുള്ള യാത്രയാണ്. മുത്തുനബിതങ്ങൾ മക്കയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. അത് ഏറ്റവും പുണ്യമുള്ള സ്ഥലമാണ്. ഒരു പുണ്യകർമ്മം ചെയ്താൽ 1,00,000 അല്ലെങ്കിൽ 10,00,000 പ്രതിഫലമുള്ള കേന്ദ്രമാണ് പരിശുദ്ധ കഅബാലയം എന്ന് പറയുന്നത്. ആ പരിസരത്ത് നിന്ന് നേരിട്ട് അല്ലാഹു തആല ഉദ്ദേശിച്ച സപ്താകാശങ്ങൾക്കും അപ്പുറമുള്ള സ്ഥലത്തേക്ക് നബിതങ്ങളെ കൊണ്ടുപോകാതെ അതിന്റെ ഇടക്ക് ചില ഇടത്താവളങ്ങളിലൂടെയാണ് ഈ യാത്ര പോയത് എന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. മഹാനായ ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഈ യാത്രക്കിടെ നബിതങ്ങൾ ഇറങ്ങിയ ചില സ്റ്റോപ്പുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മക്കയിൽ നിന്ന് ബുറാക്കിൽ കയറിയ ഈ വാഹനം ആദ്യം ചെന്നിറങ്ങിയത് എവിടെയാണ്? ഒരു പച്ചപ്പുള്ള ഒരു സ്ഥലത്ത്, ധാരാളം ഈന്തപ്പന തോട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത്. അവിടെ ഇറങ്ങിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഹാദിഹി ത്വയ്ബ, ഇതേതാ നിങ്ങൾക്കറിയോ? ഇതാണ് ത്വയ്ബ എന്ന സ്ഥലം, അഥവാ മദീന എന്ന പട്ടണം. അൽ മുഹാജറത്ത് ഇലൈഹ, അങ്ങേക്ക് ഹിജറ വരാനുള്ള സ്ഥലമാണ് നബിയെ ഇത് എന്ന് മദീനയിൽ ബുറാക്കിനെ ഇറക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം. അന്ന് ആ ബുറാക്ക് മുട്ടുകുത്തിയ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്താണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ ചെന്നപ്പോൾ അവിടത്തെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് പലരും നബിയെ വീട്ടിലേക്ക് ആനയിക്കാൻ ശ്രമിച്ചപ്പോൾ നബി പറഞ്ഞില്ലേ, ദഉഹാ ഫഇന്നഹാ മഅ്മൂറാ, വിട്ടേക്കുക, ആ ഒട്ടകത്തിന് പടച്ചോന്റെ കൽപ്പനുണ്ട്, അത് മുട്ടുത്തുന്നോടത്തുന്ന എന്റെ താമസം ഉണ്ടാവുക. ആ ഒട്ടകം മുട്ടുകുത്തിയത് അവിടെ? ബുറാക്ക് മുട്ടുകുത്തിയോടത്ത. ആ സ്ഥലത്താണ് മസ്ജിദുൻ നബവി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഫസല്ലി റബ്ബക, ഇവിടെ വെച്ച് നിങ്ങൾ തങ്ങളെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. ആ പുണ്യം നിറഞ്ഞ സ്ഥലമാണ് ആദ്യം ഈ യാത്രയിൽ സന്ദർശിച്ചത്. രണ്ടാമതാ നബിതങ്ങൾ പറയുന്നു, വാഹനം വീണ്ടും ഓടി. എവിടെയാണ് അത് എത്തിപ്പെട്ടതെന്നറിയോ? തൂരി സീനാൻ പർവ്വതത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇതാണ് വിശുദ്ധ താഴ്വര. ഇവിടെ വെച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തൗറാത്ത് നൽകിയതും മഹാനവറുകളുമായി മുനാജാത്ത് നടത്തിയതും മഹാനുമായി സംസാരിച്ചതും. അതുകൊണ്ട് ഇവിടെ വെച്ച് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. മഹാന്മാരുടെ ആസാറുകളുള്ള, അവരുടെ തിരുശേഷിപ്പുകളുള്ള പുണ്യമുള്ള സ്ഥലത്ത് വെച്ച് പടച്ചവനോട് ദുആ ചെയ്യാൻ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. അവിടുന്ന് സുദീർഘമായ പ്രാർത്ഥന നടത്തി. പിന്നെ ഈ വാഹനം ചെന്ന് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ബൈത്തുലഹം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ലാൻഡ് ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇവിടെയാണ് സയ്യിദുനാ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തിരുപ്പിറവി നടന്ന സ്ഥലം. മഹാന്മാരെ ജന്മസ്ഥലത്തിന് മഹത്വമുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യുക നബിയെ ഇവിടെ വെച്ച്. അള്ളാന്റെ റസൂൽ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. നാലാമത് നബിതങ്ങൾ ചെന്നത് കസീബുൽ അഹ്മർ എന്ന മക്ബറയിലാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാം, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ വീഴുന്ന സ്ഥലമാണ് കസീബുൽ അഹ്മർ, അഥവാ മസ്ജിദുൽ അഖ്സന്റെ മക്ബറയാണ്, ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിൽ ചെന്നു. എന്തിനാ ചെന്നത്? അവിടെ മഹാന്മാരായ ഒട്ടേറെ അമ്പിയാക്കളുടെ മക്ബറകളുണ്ട്. അതാ ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധമായ ഹറം ഷരീഫിൽ നിന്ന് അങ്ങേ രാപ്രയാണം ചെയ്യിച്ചു. എങ്ങോട്ട്?
ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരത്ത് നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് അതിന്റെ ചുറ്റും ബറക്കത്തുണ്ട്. എന്താണ് ആ ബറക്കത്ത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, മഹാന്മാരായ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മക്ബറകളാണ്. ആ ഖബർ സന്ദർശിച്ചു. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, അവിടെ ചെന്നതാ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നബിതങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബിയെ ഞാൻ സിയാറത്ത് ചെയ്തപ്പോൾ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ അവിടത്തേക്ക് അവസരം കൊടുത്തു. അതിനുശേഷം ആ പള്ളിയിൽ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കൾക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാമത്ത് നിർത്തി നിസ്കരിപ്പിച്ച് സർവ്വ അമ്പിയാക്കളെയും നേതാവായ നബി ലോകത്തിന്റെ നായകനാണെന്ന് വിളംബരപ്പെടുത്തിയതിനു ശേഷമാണ് സപ്താകാശങ്ങൾക്കും അപ്പുറത്തേക്ക് അഷ്റഫുൽ ഖൽഖിനെ കൊണ്ടുപോകുന്നത്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫി ദാജിം മിനൽ ളുലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. അതേ രാത്രിയിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് യാത്ര പോകുന്നു. എങ്ങനെയാണ് പോകുന്നത്? കമാ സറൽ ബദറു ഫീ ദാജിം മിനൽ ളുലമി, ഇരുൾ മുറ്റിയ രാത്രിയിൽ ചന്ദ്രൻ പ്രയാണം നടത്തുന്നത് പോലെ ഹറം ഷരീഫിൽ നിന്ന് ബൈത്തുൽ മഖ്ദസിലേക്ക് അങ്ങ് രാപ്രയാണം ചെയ്തില്ല നബിയേ. വാബിത്ത തർഖായില അന്നിൽ തമൻസിലത്തൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. അവിടെ നിന്നങ്ങോട്ട് സപ്താകാശങ്ങൾക്കും അപ്പുറം സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞ് ബഹറുൻ നൂർ എന്ന പ്രകാശത്തിന്റെ കടല് വരെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ചെന്ന് പിന്നീടതാ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ലോകത്തേക്ക് പോകുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് യാത്രയപ്പ് നൽകുന്ന നബിയെ, മാ മിന്നാ മിൻ അഹദിൻ ഇല്ലാ ലഹു മഖാമും മഅലൂം, ഞങ്ങൾ മാലാകമാരിൽ ഏതൊരാളുണ്ടെങ്കിലും അവർക്കൊക്കെ ചില പരിമിതികളുണ്ട്. അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശമില്ല. ലോ തഖദ്ദംതു റിജ്ലീ ലഹ്തറഖ്തു, ഈ ബഹറുന്നൂറിലേക്ക് എങ്ങാനും ഞാൻ എന്റെ പാദം വെച്ചുപോയാൽ ഞാൻ കരിക്കട്ടയായി പോകും. അതുകൊണ്ട് അങ്ങ് പോകുക നബിയേ. അങ്ങനെ ഒരാളും കാണാത്ത അത്ഭുത ലോകത്ത് റസൂലുള്ളാഹിനെ എത്തിച്ചുകൊണ്ട് അവിടെ വെച്ചാണ് തന്റെ റബ്ബിനെ കാണാൻ മുത്തുനബിക്ക് അള്ളാഹു അവസരം കൊടുക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് അള്ളാഹനെ നേരിട്ട് കണ്ട ഒരേ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അള്ളാഹു ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു 41 ഗുണവിശേഷങ്ങളുള്ള പടച്ചവൻ ഉണ്ട് എന്നതിന്റെ നമ്മളെ സാക്ഷിയാരാ? മുത്തുനബിയാണ്. ഇതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നാ അർസൽനാക ഷാഹിദാ, നബിയെ അങ്ങയെ സാക്ഷിയായിട്ടാണ് ഞാൻ ഈ ജനങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇത്ര വലിയ സന്തോഷമുണ്ടാക്കിയ യാത്ര വരുമ്പം നമ്മൾ ഓർക്കണം. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു, ഫദക്കിറുഹും ബിഅയ്യാമില്ലാ, അള്ളാഹ് അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ വരുമ്പം ജനങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം നബിയെ. മുത്തുനബിയുടെ ജന്മദിനവും അവിടത്തെ ആ മഹത്തായ ഹിജ്റ പാലായനവും അതുപോലെ തന്നെ ഇസ്രാവും മിഅ്റാജും ഒക്കെ ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇതൊന്നും വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകേണ്ട ദിനരാത്രങ്ങളല്ല. യാത്രകളിൽ ഏറ്റവും സുപ്രധാനമായ യാത്രകളൊക്കെ ഓർമ്മിക്കപ്പെടണം. അവസാനമായി പറയട്ടെ, നമുക്കും ഇതുപോലെ ഉത്കടമായ ആഗ്രഹം വേണം. എന്തിനു വേണ്ടി? അള്ളാഹുവിനെ നേരിട്ട് കണ്ട ആ ഹബീബിന്റെ റൗളാ ശരീഫ് കാണാനുള്ള ഒരു യാത്രാമോഹം നമ്മളെ മനസ്സിൽ ഉണ്ടാകണം. അത് ഈമാനിന്റെ ലക്ഷണമാണ്. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഹൃദയം മദീനയിലേക്ക് ആവാഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഏതുപോലെ?
ഒരു മാളത്തിൽ നിന്ന് പുറത്തു വന്ന സർപ്പം അതിന്റെ മാളത്തിലേക്ക് തന്നെ മടങ്ങണമെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമത്രേ. ഇതുപോലെ ഈമാൻ അതിന്റെ കേന്ദ്രം അഷ്റഫുൽ ഖൽഖ് തങ്ങളാണ്. വസിറാജം മുനീറാ, ഈമാനിന്റെ വിളക്കുമാടമാണ് മുത്തുനബി. അവിടെ നിന്ന് ഹൃദയത്തിലേക്ക് കൊളുത്തിയെടുത്ത ഈമാൻ നമ്മളെ കൽബിലുണ്ടെങ്കിൽ ആ കൽബ് മദീനയിലെ വിളക്കിനോട് ചെന്നു കാണാൻ, അവിടെ ഒന്ന് ചെന്നു ചേരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഈ മോഹമില്ലാത്തവന്റെ കൽബിൽ അവിടുന്ന് പ്രസരിപ്പിച്ച ഈമാനിന്റെ ലക്ഷണമില്ല എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മദീന അവിടേക്കുള്ളൊരു യാത്ര നമ്മൾ താലോലിക്കണം. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് കൊണ്ട് നമുക്ക് നിരവധി തവണ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ യാത്രയാണ് മഹാന്മാരൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ചത്. സസന്തോഷം ഈ പരിസരത്ത് നിന്ന് മഹാനായ നമ്മളെ ഉമർ ഖാദി തങ്ങൾ യാത്ര പോയത് അങ്ങോട്ടായിരുന്നു. മഹാന്മാരായ ഒരുപാട് ആളുകൾ യാത്ര പോയത്. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്തത സഹചാരി. നബിതങ്ങൾ ഇമാമാണെങ്കിൽ ഇമാമും മുഅദ്ദിനും തമ്മിലുള്ള ബന്ധം അത് അനുഭവിച്ചറിഞ്ഞവർക്കേ അതിന്റെ അനുഭൂതി അറിയുള്ളൂ. അത്രയും വലിയ ബന്ധമായിരിക്കും ഒരു മുഅദ്ദിനും ഇമാമും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി വഫാത്തായ പള്ളിയിൽ ഇനി മുഅദ്ദിനായി ജോലി ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഇവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ പേരുച്ചരിച്ച് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ നാടുവിടുകയാണ്. ശാമിലേക്ക് ദീനിന്റെ ദഅവത്തിന് വേണ്ടി മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പോകുന്നു. അല്പകാലം കഴിഞ്ഞപ്പോഴേക്കതാ മുത്തുനബി തങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മഹാനവറുകളോട് ചോദിക്കുകയാണ്, മാഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ അമാ ആനലക അൻ തസൂറനി യാ ബിലാൽ. ഓ ബിലാലേ, എന്തിനാണ് എന്നോട് പിണങ്ങുന്നത്? നമ്മൾ തമ്മിൽ എന്ത് തെറ്റാണുള്ളത്? എന്നെ വന്ന് സിയാറത്ത് ചെയ്യാനുള്ള സമയമായിട്ടില്ലയോ? ഈ സ്വപ്നം കണ്ട ഉടനെ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നേരം വെളുക്കാൻ കാത്തു നിൽക്കാതെ ഒട്ടകപ്പുറത്തതാ മദീനയിലേക്ക് യാത്ര പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ഉദ്ദേശിച്ച് മാത്രം മദീനയിലെത്തിയപ്പോഴതാ പുന്നാര് നബി തങ്ങളുടെ പൊന്നോമന പുത്രി ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ മഹാനായ ബിലാൽ തങ്ങളെ കണ്ടപ്പം വല്യപ്പാനെ ഓർമ്മ വരികയാണ്. റസൂലുള്ളാഹി എവിടെ ഉണ്ടോ കൂടെ ബിലാലുണ്ട്. ആ കാലഘട്ടത്തെ ഇവരെ മനസ്സിലേക്ക് ഓർമ്മയിൽ വന്ന് രണ്ട് മക്കളും ബിലാൽ റളിയല്ലാഹുവിന്റെ കൈകളിൽ തൂങ്ങി. എല്ലാവരും ബിലാൽ തങ്ങൾക്ക് ഉജ്ജ്വലമായ സ്വീകരണം കൊടുത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ വല്യപ്പ ജീവിച്ച കാലത്ത് ഇവിടെ ബാങ്ക് കൊടുത്തത് നിങ്ങളാണ്. ആ ബാങ്ക് നിങ്ങൾ ഒന്നുകൂടി കൊടുക്കണം. ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. മഹാൻ പറഞ്ഞു, എന്നെ കൊണ്ടാകില്ല. നബിതങ്ങളില്ലാത്ത ലോകത്ത് ഇനി ആ ബാങ്ക് വിളിക്കാൻ പറ്റൂല. പക്ഷേ ഈ കുട്ടികളുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് മഹാനവറുകൾ ബാങ്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് കയറി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആദ്യത്തെ രണ്ട് വാചകം പറഞ്ഞപ്പോൾ ഇർത്തജ്ജത്തിൽ മദീന, അക്ഷരാർത്ഥത്തിൽ മദീന ഒന്ന് കുലുങ്ങി. മഹാനവറുകളുടെ ബാങ്കിന്റെ ധ്വനി കേട്ട് സുമ്മ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം പറഞ്ഞതോടെ ഇസ്ദാദത്തിൽ ഇർത്തിജാജ്, ആ കുലുക്കം വർദ്ധിച്ചു. ജനങ്ങളൊക്കെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് കരുതി വീട് വിട്ട് പുറത്തിറങ്ങുന്നു. ഫലമ്മാൻ ഖാല അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാന്റെ ഹബീബിന്റെ പേര് പറയുന്നു. എല്ലാവരെയും മനസ്സിലേക്ക് നബിതങ്ങളെ ജീവിത കാലഘട്ടം, ആ സ്നേഹാധിക്യം കൊണ്ട് എല്ലാവരെയും പരിസര ബോധം മറന്നു. അള്ളാന്റെ ഹബീബ് വഫാത്തായതൊക്കെ മറന്ന് എല്ലാവരും പറയുന്നു ബുഇസ റസൂലുള്ളാഹി ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബ് പുനർജനിച്ചിരിക്കുന്നു, പുനർജനിച്ചിരിക്കുന്നു. മഹാനായ ബിലാലിന്റെ ബാങ്കല്ലേ കേൾക്കുന്നത്? നബിയില്ലാതെ ബാങ്ക് കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നബിതങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആഭാലവൃദ്ധം ജനങ്ങൾ, യുവതികൾ പോലും അതാ വീട് വിട്ടു ഓടി വരുന്നു. പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ അന്ന് ജനങ്ങൾ കരഞ്ഞത് മാറ്റിവെച്ചാൽ പിന്നെ മദീനക്കാർ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഈ മഹാനവറുകളുടെ ബാങ്ക് കേട്ട ദിവസമായിരുന്നു. അവരെല്ലാവരും ഓടി മദീനയിൽ എത്തിച്ചേർന്ന്
അപ്പോഴാണ് അവർ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നത്. അങ്ങനെ മഹാന്മാര് അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്തേക്ക് ഒഴുകിയെത്തിയ യാത്രകളുണ്ട്. നമ്മളൊക്കെ ഓർമ്മയിൽ അതുണ്ടാകണം. അതുകൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ അന്ത്യയാത്ര നടക്കാൻ പറ്റൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരിക്കലും മടക്കമില്ലാത്ത യാത്രയാണ് ഖബറിലേക്കുള്ള യാത്ര. ആളുകളുടെ തോളിൽ കയറിയുള്ള യാത്രയാണ്. ആ യാത്ര പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകണം. ആ യാത്രയെക്കുറിച്ച് നല്ല ബോധമുണ്ടാകണം. നമ്മൾ പുതിയാപ്പളയായിപ്പോയ യാത്ര നിങ്ങളൊക്കെ മനസ്സിൽ പലരും അത് സ്വപ്നം കാണുകയാണ്. വീട്ടിൽ നിന്ന് എങ്ങനെ പോകണം? ഒരിക്കലും മറക്കാത്ത യാത്രയാകണമെങ്കിൽ JCBയുടെ കൊക്കിലിരിക്കണോ എന്ന് ആലോചിക്കുന്നവർ, കുതിരപ്പുറത്താകണോ എന്ന് ചിന്തിക്കുന്നവർ, നായ്ക്കുറുക്കനിലാകണോ എന്ന് ആലോചിക്കുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ യാത്രകളല്ല. എന്റെ മരണയാത്ര എങ്ങനെയാവണം? ആളുകളുടെ തോളിലേറി പോകുന്ന ആ യാത്ര അതൊരു പ്രതീക്ഷയുമുള്ള യാത്രയല്ല. വിദേശത്തേക്ക് പോകുമ്പം പ്രതീക്ഷയുണ്ട്, സമ്പാദിച്ചു തിരിച്ചു വരാം. പുതിയാപ്പിളയായി പോകുമ്പം പ്രതീക്ഷയുണ്ട്, ഭാര്യയോടൊപ്പമുള്ള സുഖജീവിതം നയിക്കാം, സൽക്കാരത്തിന് പോകാം. ഇങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. പക്ഷേ ഖബറാകുന്ന ലോകത്ത്, വെളിച്ചമില്ലാത്ത ഇരുട്ടറയിൽ, ഒരു ബെഡോ തലയിണയോ പായോ ഇല്ലാത്ത ലോകത്ത് നമ്മൾ എത്തിച്ചേർന്നാൽ കൂടെ നമ്മളെ സഹായിക്കാൻ ചെയ്ത പുണ്യകർമ്മങ്ങളല്ലാത്ത ഒന്നുമുണ്ടാകില്ല. അതുകൊണ്ട് ആ ഖബറകത്ത് നമുക്ക് ആശ്വാസം ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ ആവശ്യമായ വിഭവങ്ങളെ എപ്പോഴും നമ്മൾ കരുതി വെക്കണം. അർഹമുർ റാഹിമീനായ റബ്ബ് ആ ഓർമ്മ നമ്മളിൽ നിലനിർത്തി തരട്ടെ. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ഒടുവിലായി നമ്മളോട് പറഞ്ഞതും ഇതാണ്: വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഓ മനുഷ്യരെ, ഇഖ്റ, നിങ്ങൾ വായിക്കണം, പഠിക്കണം, അറിവ് നേടണം എന്ന് പറഞ്ഞ് ആരംഭിച്ച ഖുർആനിന്റെ അവതരണം സൂറത്തുൽ ബഖറയുടെ ഏകദേശം അവസാന ഭാഗത്തുള്ള ഈ ആയത്ത് കൊണ്ടാണ് അല്ലാഹു അവസാനിപ്പിച്ചത്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, പേടിച്ചുകൊള്ളണേ, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് അള്ളാഹുവിലേക്ക് നിങ്ങളെ തിരിച്ച് യാത്രയാക്കപ്പെടുന്ന ദിവസമാണ്. നേരത്തെ നിങ്ങളെ ദുന്യാവിലേക്ക് ഇങ്ങോട്ട് യാത്രയപ്പ് നടത്തി, ഇനി പുനരുദ്ധാരണം നടന്ന്, പുനർജന്മം നടന്ന് നിങ്ങളെ പരലോകത്തേക്ക് യാത്രയാക്കുന്ന ദിവസമാണ്. അതിനെ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണേ, മറക്കരുത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ഒരാളും ചെയ്തത് നിഷേധിക്കപ്പെടുകയോ ചെയ്യാത്ത കുറ്റം വെച്ചുകെട്ടുകയോ ചെയ്യാതെ നീതിയിൽ അധിഷ്ഠിതമായ ആ ദിവസത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കും. ആ നാളിനെ നിങ്ങൾ മറക്കരുതേ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളോട് അല്ലാഹ് സംവദിച്ചിട്ടില്ല. അതുകൊണ്ട് പേടിയോടെ നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള അന്ത്യയാത്രയെക്കുറിച്ച് ഓർക്കുക. അള്ളാഹു ആ ചിന്തയോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.